ശ്രീമുഖി വാത്സല്യവർഷിണീ സുമധുര സങ്കീർത്തനാലാപിനി ശാന്തി മധുസിദ്ധസൂത്രം ആനന്ദാത്മികാശ്വരി സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യ അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരം ശ്രീസ്മൃതിപുരാണാനാം ആലയം ഗുരുനാഥം നമാമി ഭഗവത്പാദം ശങ്കരം ശങ്കരാചാര്യം യശോം സപ്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തോ പുനഃ ഈശ്വരോ ഗുരുരാത്മേയേ മുഖ്യഭേദം വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ ബൃഹദാരണ്യകം നാലാരണ്യകം ഭാഷ്യം. താർക്കിക സമയവിരോധയുക്തമിരിച്ച് നൈത്യാപ്യാത്മനോ ദുഃഖിത്വാനുപത്തേ നൈദുഃഖ്യേന പ്രത്യക്ഷ വിഷയേന വിശേഷ്യത്വം പ്രത്യക്ഷ വിഷയത്വ ആകാശസ്യ ശബ്ദഗുണവത്വദാത്മനോ ദുഃഖിത്വമിരിച്ച് ഏകപ്രത്യയ വിഷയത്വാനുപത്തേ നഹി സുഖഗ്രാഹകേന പ്രത്യക്ഷ പ്രത്യേന നിത്യാനുമേയസ്യ ആത്മനോ വിഷയീകരണം ഉപപദ്യത്തെ തസ്യ വിഷയീകരണേ ആത്മന ഏകത്വാൻ വിഷയഭാവപ്രസംഗ ഏകസ്യൈവ വിഷയത്വം ദീപവദരിച്ച് യുഗപത് അസംഭവാത്മന്യംശാനുപത്തിശ്ച. ഇവിടെ ചർച്ച ചെയ്യുന്നത് സുഖദുഃഖങ്ങൾ ആത്മാവിലാണോ, സുഖം ആത്മാശ്രയമാണോ അതോ ദുഃഖം ആത്മാശ്രയമാണോ, അതാണ് ഇവിടുത്തെ വിഷയം. അത് ആത്മനസ്ഥിതമായ എന്നുള്ള ശ്രുതി വെച്ച് ചിന്തിക്കുമ്പോൾ സുഖം ആത്മാവിലാണെന്ന് തോന്നും. പക്ഷെ അതിനെ നിഷേധിച്ചു. സുഖദുഃഖങ്ങളെല്ലാം ജീവ സംബന്ധിയാണ്, ആത്മസ്വരൂപത്തിലല്ല. ഇതിനടുത്ത് താർക്കികന്മാരുടെ അഭിപ്രായം ഗൗതമന്റെയും കണാദന്റെ അനുയായികൾ പറയുന്ന എന്താണ്, സുഖദുഃഖങ്ങൾ ആത്മഗുണങ്ങളാണ്. എന്തുകൊണ്ട് പ്രത്യക്ഷമായി അറിയുന്നു. അഹം സുഖി, ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ്. അതിൽ തന്നെ പ്രാചീനരായ ആൾക്കാർ അഹമനുഭവത്തിലൂടെ ആത്മാവ് പ്രത്യക്ഷമാണെന്ന് സ്വീകരിക്കുന്നു. അതിനെയും ഇവിടെ നിഷേധിച്ചു. പ്രത്യക്ഷ വിഷയത്വ, അങ്ങനെ അഹമനുഭവത്തിലൂടെ ആത്മാവ് പ്രത്യക്ഷമല്ല. അനുഭവത്തിലൂടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവനെയാണ്. ഹന്ത ജീവസ്ഫുരണമാണ്. അത് പ്രത്യക്ഷമല്ലെങ്കിലും എന്തുകൊണ്ട് സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൂടാ? അതിന് ഉദാഹരണം പറയുന്നു. ആകാശസ്യ ശബ്ദഗുണവത്വം, അവരുടെ സിദ്ധാന്തം അനുസരിച്ച് പറയണം. ആകാശത്തിന്റെ ഗുണം ശബ്ദം. അദ്വൈതമതമനുസരിച്ചല്ല, ന്യായവൈശേഷിക മതമനുസരിച്ച് ആകാശത്തിന്റെ ഗുണമാണ് ശബ്ദം. ഗുണം ആകാശം,
ഗുണം, ശബ്ദം, ആകാശം, ഗുണമുള്ളത്. ഗുണവും ഗുണിയും തമ്മിലുള്ള ബന്ധം അവർ പറയുന്നത് സമവായ സംബന്ധം, ചേർന്നിരിക്കുന്നത്. ഗുണം എപ്പോഴും ഗുണിയെ ആശ്രയിച്ചിരിക്കുന്നു, അല്ലാതെ ഗുണത്തിന് സ്വതന്ത്രമായി നിൽക്കാൻ കഴിയില്ല. ശബ്ദം എപ്പോഴും ആകാശത്തെ ആശ്രയിച്ചിരിക്കുന്നു. ആകാശം പ്രത്യക്ഷമല്ല, എങ്കിലും ശബ്ദം പ്രത്യക്ഷമാണ്. അതുപോലെ ആത്മാവ് പ്രത്യക്ഷമല്ലെങ്കിലും ആത്മാവിന്റെ സ്വതൂപങ്ങൾ പ്രത്യക്ഷമാണ്. ആകാശസ്യ ശബ്ദഗുണവത്വദാത്മനോ ദുഃഖിത്വം സുഖിത്വം രണ്ടും എടുക്കും. ഇത് ചെയ്യുന്ന ഏകപ്രത്യവിഷയത്വ അനുപത്തേഹി. അങ്ങനെയാണെങ്കിൽ ഏകപ്രത്യവിഷയത്വം എങ്ങനെ? അഹം സുഖി എന്നുള്ള അനുഭവം. അഹവും വിഷയമാണ്, സുഖവും വിഷയമാണ്. അപ്പൊ ഇതിൽ ഒരനുഭവത്തിൽ രണ്ടും വിഷയമാകുന്നു എന്ന് പറയുന്നത് ശരിയാകത്തില്ല. പിന്നെ ആകാശത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്വൈതി ശബ്ദം ആകാശത്തിന്റെ ഗുണമെന്നല്ല പറയുന്നു. ആകാശ ശബ്ദ തന്മാത്രമാണ്. ശബ്ദ തന്മാത്ര തന്നെയാണ് ആകാശം. അല്ലാതെ ആകാശവും ശബ്ദവും തമ്മിൽ ഗുണഗുണി ബന്ധമല്ല. സ്പർശ തന്മാത്രയാണ് വായു. അതിന്റെ സൂക്ഷ്മരൂപത്തിൽ ആകാശത്തിന്റെ സൃഷ്ടി എന്ന് പറയുമ്പോൾ അത് ശബ്ദ തന്മാത്ര രൂപത്തിലാണ്. ആ ശബ്ദ തന്മാത്ര എന്ന് പറയുന്നത് ഒരു തത്വമാണ്. ശ്രവണേന്ദ്രിയ ഗ്രാഹ്യമല്ല, ചെവി കൊണ്ട് കേൾക്കാൻ കഴിയത്തില്ല. പക്ഷെ അതിന്റെ രൂപം അതാണ്. ആ തന്മാത്രകൾ കൂടി ചേർന്നിട്ടാണ് ഈ കാണുന്ന സ്ഥൂലപ്രപഞ്ചം ഉണ്ടായത്. ആ സ്ഥൂലപ്രപഞ്ചത്തിലാണ് നമ്മൾക്ക് അനുഭവപ്പെടുന്ന ഈ ആകാശമുള്ളത്. അതുകൊണ്ട് ശബ്ദഗുണത്തോടുകൂടിയാണ് ആകാശം എന്നുള്ളതൊന്നും ഇവിടെ സ്വീകരിക്കുന്നില്ല. അങ്ങനെ ആത്മാവും സുഖവും അറിയുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ഏകപ്രത്യവിഷയത്വം അനുഭവത്തെ ഏകപ്രത്യവിഷയത്വം വരത്തില്ല. എന്താണ് അത് സ്വീകരിക്കുന്നത്? ഈ സുഖഗ്രാഹകേണ പ്രത്യക്ഷ പ്രത്യേന നിത്യ അനുമേയസ്യ ആത്മനോ വിഷയീകരണ ഉപദ്ധ്യത. നമ്മൾ പറയുന്നതനുസരിച്ച് തന്നെ ആത്മാവ് നവ്യ നൈയായികന്മാരെന്ന് പറയും. അവർ പറയുന്ന ആത്മാവ് അനുമേയമാണ്, അനുമാനിക്കാനേ പറ്റും. ശബ്ദഗുണത്തിന്റെ ആശ്രയമായിട്ട് ആകാശത്തെ അനുമാനിക്കാം. ആ അഹം സുഖി എന്നുള്ള അനുഭവം ഉണ്ടാകും. സുഖം പ്രത്യക്ഷമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നവ്യ നൈയായികർക്ക് ആകാശവും പ്രത്യക്ഷമാണെന്ന് പറയേണ്ടി വരും. പക്ഷെ ആകാശം പ്രത്യക്ഷമാണെന്ന് പറയുന്നതിന് പ്രാചീനന്മാരാണ്. അവരവർ അംഗീകരിക്കുന്നില്ല. അവരോട് സമാനം പറയണം. ഈ സുഖഗ്രാഹക പ്രത്യക്ഷേണ പ്രത്യക്ഷ സുഖത്തെ ഗ്രഹിക്കുന്ന ഈ അനുഭവത്തിലൂടെ നിത്യ അനുമേയസ്യ ആത്മന വിഷയീകരണം. അനുമേയമായിരിക്കുന്ന ആത്മാവ് പ്രത്യക്ഷമല്ലാത്ത ആത്മാവ് വിഷയമാകുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. അത് ശരിയല്ല. ഇനി ആത്മാവ് വിഷയമാകുന്നു എന്ന് പറഞ്ഞാലോ അഹം അനുഭവത്തിലൂടെ ഞാൻ സുഖിയാണ് ദുഃഖിയാണ്, ഇവിടെ ആത്മാവാണ് വിഷയമാകുന്നത്, ആത്മാവിന്റെ സുഖമാണ് വിഷയം ഗ്രഹിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലോ തസ്യച്ച വിഷയീകരണ ആത്മനേകത്വാദ് വിഷയ അഭാവ പ്രസംഗം. ആത്മാവ് ഏകമാണ്. അവിടെ അഹം എന്നുള്ള അനുഭവത്തിലൂടെ ആത്മാവിനെ ഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കുന്ന ആത്മാവാര്? ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. കാരണം ആത്മാവ് ഒന്നേ ഉള്ളൂ. ഗ്രഹണത്തിന് വിഷയമായിരിക്കുന്ന ആത്മാവ്, പിന്നെ ഗ്രഹിക്കുന്ന ആത്മാവ്, അങ്ങനെ രണ്ടാത്മാവിനെ സ്വീകരിക്കേണ്ടി വരും. ഓരോ ആത്മാവ് ഒന്നായിട്ടേ സ്വീകരിക്കുന്നുള്ളൂ. ഒരു ശരീരത്തിൽ രണ്ടാത്മാവിനെ അവർ സ്വീകരിക്കുന്നില്ല. അതാണ് തസ്യ വിഷയീകരണേ. ആത്മാവ് ഞാൻ സുഖിയാണ് ദുഃഖിയാണെന്നുള്ള അനുഭവത്തിൽ വിഷയമാണെന്ന് വന്നു കഴിഞ്ഞാൽ ആത്മനേകത്വം, ആത്മാവ് ഒന്നെന്ന് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നുണ്ട്. വിഷയ അഭാവപ്രസംഗം. ആത്മാവിനെ ഗ്രഹിക്കുന്ന ഒരുവൻ അതില്ലാതെ പോകും. രണ്ടുണ്ടായാലേ പറ്റൂ. ഒന്ന് ഗ്രഹിക്കുന്നവൻ,
ഒന്ന് ഗ്രഹിക്കുന്ന വിഷയം. അങ്ങനെ രണ്ടില്ലല്ലോ. ഏകസ്യ വിഷയത്വം ദീപപദ്ധതി ചെയ്യുന്നു. പറയുന്നു ഒന്നിൽ തന്നെ വിഷയീഭാവം വരാം. ഇതുപോലെ പ്രകാശത്തെ പോലെ. പ്രകാശത്തിന്റെ പ്രത്യേകത എന്താണ്? അത് ഇരുട്ടിനെ മാറ്റി വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നു. സമയം അത് സ്വയം അതിനെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ട്? ഒരു പ്രകാശത്തെ ഗ്രഹിക്കുന്നതിന് വേറൊരു പ്രകാശത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഒന്നിൽ തന്നെ വിഷയീഭാവം വരാം. വെളിച്ചം സ്വയം പ്രകാശിപ്പിക്കുന്നു, മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുന്നു. അതുപോലെ ആത്മാവ് സ്വയം അതിനെ പ്രകാശിപ്പിക്കുന്നു, മറ്റ് സുഖദുഃഖാദികളെയും പ്രകാശിപ്പിക്കുന്നു. എന്ന് വന്നാലോ എന്നാ യുഗപത് അസംഭവ. ഒരേ സമയം ആത്മാവ് തന്നെ പ്രകാശിപ്പിക്കുക, താൻ തന്നെ പ്രകാശിക്കുന്നവനായിരിക്കുക. അതൊരിക്കലും സംഭവിക്കത്തില്ല. അസംഭവമായ കാര്യമാണ്. ഏതെങ്കിലും ഒരു വസ്തു ഒരേ സമയം തന്നെ പ്രകാശിപ്പിക്കുക, അതേസമയം മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുക. ദീപത്തിന്റെ ഉദാഹരണം പറഞ്ഞാലോ, ദീപത്തിലും അത് യോജിക്കത്തില്ല. ദീപം മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുന്നുണ്ട്. എങ്ങനെ? ജീവചൈതന്യത്തിന്റെ സഹായമുണ്ട്. ജീവൻ ദീപത്തെ കാണുന്നു. ജീവന്റെ പ്രകാശത്തിൽ ദീപം പ്രകാശിക്കുന്നുകൊണ്ടാണ് അത് മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുന്നതും അത് സ്വയം പ്രകാശിക്കുന്നതും നമുക്ക് തോന്നുന്നു. സ്വയം പ്രകാശിക്കുന്നില്ല. ജീവചൈതന്യനെ പ്രകാശിപ്പിക്കല്ലേ. അത് അസംഭവമായ കാര്യമാണ്. അസംഭവം എന്ന് പറയുന്നത് എന്താണ്? ഒരു കാര്യം പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഉദാഹരണം എടുത്ത് കാണിക്കാൻ കഴിഞ്ഞാൽ അത് സംഭവിക്കത്തക്കതാണ്. ആകാശപുഷ്പം എന്ന് പറയുന്നത് ഒരു ഉദാഹരണം എടുത്ത് കാണിക്കണം. ആകാശത്തുള്ള ഒരു പുഷ്പത്തെ അങ്ങനെ ഒന്ന് കാണിക്കാൻ സാധ്യത ഇല്ലെങ്കിൽ, ഒരിക്കലും സംഭവിക്കില്ലെങ്കിൽ ആ കാര്യം അസംഭവം. മുയൽക്കൊമ്പെന്ന് പറയുന്നു. ഒന്നെടുത്ത് കാണിക്കാൻ ഒരിടത്തുമില്ല, ആർക്ക് സാധ്യമല്ല. മുയലിന് കൊമ്പില്ല, കൊമ്പുണ്ടെങ്കിൽ അത് മുയലുമല്ല. അതിനത് അസംഭവമാണ്. ആകെ ഒരേ ഒരു ഉദാഹരണമുള്ളത് ദീപമാണ്. വിഷയത്വത്തിന് അത് പ്രകാശിക്കുന്നു, മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുന്നു. പക്ഷെ അതിവിടെ പറയുന്നു അത് ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തിന്റെ, ദീപദ്രഷ്ടാവിന്റെ ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യം, ജീവബോധം, അതാണ് ദീപത്തെ പ്രകാശിപ്പിക്കുന്നത്. ആ ജീവബോധം പറയുന്നത് ആ വിളക്ക് പ്രകാശിക്കുന്നു, ആ വിളക്ക് ഇരുട്ടിനെ മാറ്റുന്നു, മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുന്നു. അതിനൊരു പ്രകാശമുണ്ടല്ലോ. അത് മാത്രമല്ല, ദീപത്തിനൊന്ന് പറ്റുന്നു മറ്റു വസ്തുക്കളെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നത് ചൈതന്യത്തിന്റെ സഹായത്തോടെ ആണെങ്കിൽ എന്തുകൊണ്ട് അതിൽ അംശാംശിഭാവമുണ്ട്. ഒന്ന് പ്രകാശിച്ച് സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരംശം, അത് തന്നെ എന്ത് ചെയ്യുന്നു? മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുന്നു. അതിൽ രണ്ട് കാര്യങ്ങൾ നടക്കുന്നു. അവിടെ ചൈതന്യത്തിന്റെ സഹമായിക്കോട്ടെ, മറ്റ് ജഡങ്ങളിൽ നിന്ന് അതിനെ വേർതിരിക്കുന്നതാണ്. ദീപത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ്. വസ്തു ഏകമാണെങ്കിലും അത് രണ്ട് പ്രവൃത്തി ചെയ്യുന്നു. അംശാംശിഭാവത്ത് ഒരംശം ഇരുട്ടിനെ മാറ്റുന്നു, മറ്റൊരംശം സ്വയം പ്രകാശിക്കുന്നു. അതുകൊണ്ട് അതിന് വേറൊരു ദീപത്തിന്റെ ആവശ്യം വരുന്നില്ല. ഈ പ്രപഞ്ചത്തിൽ മറ്റൊരു വസ്തുവിനും ആ പ്രത്യേകതയില്ല. മറ്റേതൊരു വസ്തുവിനും ഈ ദീപത്തിന്റെ ആവശ്യം വേണം, അതിന് പ്രകാശിക്കണമെങ്കിൽ. ദീപത്തിന് മാത്രം അതിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? അതിന് അംശാംശിഭാവം ഉള്ളതുകൊണ്ട് അങ്ങനെ നിൽക്കുക. ആത്മാവാണെങ്കിലോ അതിന് അംശാംശിഭാവങ്ങളില്ല, ഏകമാണ്. അത് താർക്കികന്മാർ അംഗീകരിക്കുന്നുണ്ട്. അത് നിരംശമാണ്. ഒരു ജീവാത്മാവ് പലതുണ്ടെന്ന് പറയുന്നു, പരമാത്മാവ് ഏകമാണെന്ന് പറയുന്നു. പക്ഷെ ഇതെല്ലാം നിരംശമാണ്, നിത്യമാണ്. അതിന് അവയവിഭാവങ്ങളില്ല. അതെല്ലാം അവർ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആത്മാവ് ഒരിക്കലും സുഖത്തോടു കൂടിയതല്ല. അതെല്ലാം ജീവന്റെ ഭാവങ്ങളാണ്. ഏതേന വിജ്ഞാനസ്യ ഗ്രാഹ്യഗ്രാഹകത്വം പ്രത്യുക്തം. ഇനി ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് വന്നു
പുതിയൊരു അഭിപ്രായം പറയുന്ന കൂട്ടരാണ് ബൗദ്ധർ, ക്ഷണിക വിജ്ഞാനവാദികൾ. അവർ പറയുന്നു, ദീപദൃഷ്ടാന്തത്തിലൂടെയാണ് അവർ പറയുന്നത്. ദീപത്തെ നോക്കുക, അത് എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു, സ്വയം പ്രകാശിക്കുന്നു. അതുപോലെയാണ് വിജ്ഞാനം. അത് എല്ലാ വിഷയങ്ങളെയും പ്രകാശിപ്പിക്കുന്നു, സ്വയം പ്രകാശിക്കുന്നു, ജീവജ്ഞാനം. അതുകൊണ്ട് ആ പ്രകാശിക്കുന്ന ജ്ഞാനത്തിലൂടെ തന്നെ അറിയുന്നു, സ്വദുഃഖങ്ങളെ അറിയുന്നു. അതുകൊണ്ട് താൻ തന്നെയാണ് സ്വദുഃഖങ്ങളോട് കൂടിയത്. അങ്ങനെ ആരാണോ താൻ സ്വദുഃഖം, അതാണ് ജീവൻ. ആ തരത്തിൽ പോകും. അവിടെ ഗ്രാഹ്യഗ്രാഹകത്വം, ജ്ഞാനം തന്നെ സർവത്തെയും ഗ്രഹിക്കുന്നു, സ്വയം ഗ്രഹിക്കുന്നു. ഇത് വിജ്ഞാനവാദം അതിനെ നിഷേധിക്കുന്നു. അത് ശരിയല്ല. പ്രത്യക്ഷ അനുമാന വിഷയോസ്ഥ ദുഃഖാത്മനോർ ഗുണഗുണിത്വ അനുമാനം. മാത്രമല്ല, ഇനി എന്താണ് പ്രത്യക്ഷ അനുമാന വിഷയവസ്ഥ ദുഃഖാത്മനോഹോ. ദുഃഖം പ്രത്യക്ഷമാണ്, അല്ലെങ്കിൽ സുഖം പ്രത്യക്ഷമാണ്. ആത്മാവ് അനുമാനത്തിലൂടെ കിട്ടുന്നതാണ്. ഇവയ്ക്ക് പരസ്പരം ഗുണഗുണിത്വേന അനുമാനം, ഗുണഗുണി ബന്ധം വരുത്തുന്നു. എന്തുകൊണ്ട് ഒന്ന് പ്രത്യക്ഷവും മറ്റൊന്ന് പരോക്ഷവും ആയിരിക്കുന്നു? പരസ്പര വിരുദ്ധമാണ്. മിഥോർ വിരുദ്ധയോർ ഗുണഗുണിത്വം അനുമേയം. പരസ്പര വിരുദ്ധമായിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ. എന്തുകൊണ്ടങ്ങനെ പറയുന്നത്? പുസ്തകം മുമ്പിലിരിക്കുന്നു, അതിന് വർണ്ണമുണ്ട്, വെളുത്ത നിറമാണ്. ഇത് ഈ വെളുത്ത നിറവും മുമ്പിലിരിക്കുന്ന ഈ വസ്തുവും രണ്ടും പ്രത്യക്ഷമാണ്. അതുകൊണ്ട് ഈ വസ്തുവിന്റെ ഗുണമാണ് ഈ നിറം എന്ന് പറയും. ഇവിടെ പരസ്പര വിരോധമില്ല. എന്തുകൊണ്ട്? പുസ്തകവും പ്രത്യക്ഷ വിഷയമാണ്, അതിന്റെ നിറവും പ്രത്യക്ഷ വിഷയമാണ്. പുസ്തകം ഗുണിയാണ്, നിറം ഗുണമാണ്. അപ്പോൾ രണ്ടും പ്രത്യക്ഷമായതുകൊണ്ട് രണ്ടും തമ്മിൽ വിരോധമില്ല. അങ്ങനെയുള്ള സ്ഥലത്തെ ഗുണഗുണി ബന്ധം അറിയാൻ പറ്റും. അസമയം ആത്മാവാണെങ്കിലോ നിത്യാനുമേയമാണ്. അവിടെ സുഖം എന്ന് പറയുന്ന ഗുണം ഇരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഒന്ന് അനുമേയവും ഒന്ന് പ്രത്യക്ഷവുമാണ്. അതാണ് ഇത് തമ്മിലുള്ള വിരോധം. അങ്ങനെയുള്ളിടത്ത് ഒരിക്കലും ഗുണഗുണി ബന്ധം വരത്തില്ല. അതുകൊണ്ട് താർക്കികന്മാരും മറ്റും പറയുന്ന പോലെ അവരിനി ബുദ്ധപക്ഷത്തെ കൂട്ടുപിടിച്ചാലും ശരി, ഒരിക്കലും ഗുണഗുണി ബന്ധം ആത്മാവിനും സുഖദുഃഖങ്ങളിലും വരത്തില്ല. ദുഃഖസ്യ നിത്യമേവ പ്രത്യക്ഷ വിഷയത്വ രൂപാതി സാമാനാദികരണ്യാച്ച. ആത്മാവ് അനുമേയമാണെന്ന് അവരെല്ലാം പറയുന്നു. ദുഃഖം അങ്ങനെയല്ലോ, ഇത് പ്രത്യക്ഷ വിഷയമാണ്. പ്രത്യക്ഷ വിഷയമാണെന്ന് മാത്രമല്ല, രൂപാതി സാമാനാധികരണ്യാച്ച്. രൂപാതി സാമാനാധികരണ്യമുണ്ട്. എങ്ങനെ? കൈക്ക് വേദന വരുന്നു, കാലിന് വേദന വരുന്നു. എവിടെയാണ് വേദന എന്ന് ചോദിച്ചപ്പോൾ എന്താ? ഈ കയ്യിൽ. ശരിക്കും പ്രത്യേകമായി പറയുക, അതാ ഈ വിരലിൽ, ഈ വിരലിന്റെ തുമ്പത്ത്. വ്യക്തമായിട്ടും ദുഃഖത്തിന്റെ അനുഭവത്തെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. എവിടെ? ഏതൊരു ഭാഗത്താണോ ആകൃതിയുള്ളത്, നിറമുള്ളത്, എവിടെയാണ്? കയ്യിൽ, അല്ലെങ്കിൽ വിരൽ തുമ്പത്ത്. അതിനൊരു നിറമുണ്ടല്ലോ, ആകൃതി ഉണ്ടല്ലോ, ഒരു അവയവമാണല്ലോ, ഒരു ഭാഗമാണല്ലോ. അങ്ങനെ ഒരു ഭാഗത്ത് ദുഃഖത്തെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നു വിഷയരൂപത്തിൽ. എന്നുവെച്ചാൽ എങ്ങനെയാണോ ഈ ശരീരം, ഈ ശരീരത്തിന്റെ അവയവങ്ങൾ, അവയവത്തിന്റെ ആകൃതി, അതിന്റെ നിറം, ഇതെല്ലാം പ്രത്യക്ഷ വിഷയമായിരിക്കുന്നത്. അവിടെ ആ ഭാഗത്ത് തന്നെ സുഖത്തെ വിഷയമാക്കി കാണിക്കും. ഇതാ ഇവിടെ സുഖം, അല്ലെങ്കിൽ ഇതാ ഇവിടെ ദുഃഖം, രണ്ടും പറയാം. അതാണ് രൂപാതി സാമാനാധികരണം. എവിടെയാണോ നിറം, ഗുണം, മണം, രുചി എല്ലാം അറിയുന്ന അവിടെ തന്നെ സുഖം, ദുഃഖം ഇതെല്ലാം അറിയുന്നു. അപ്പൊ സുഖദുഃഖാദികൾ പ്രത്യക്ഷമാണ്. അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ ആത്മാവ് അങ്ങനെയല്ല, അനുമേയമാണ്. അതുകൊണ്ട് ഒരനുഭവത്തിന് ഇത് രണ്ടും കൂടി വിഷയമാകത്തില്ല. ആത്മാവിനെ അറിയുന്ന അനുഭവത്തിൽ സുഖദുഃഖങ്ങൾ വിഷയമാകത്തില്ല.
എന്നർത്ഥം. ആത്മാവ് അനുഭവത്തിന് വിഷയമാണെന്ന് പറഞ്ഞാലും സുഖദുഃഖങ്ങൾ ആത്മാവിൻ്റേതല്ല. ആത്മാവ് അനുഭവത്തിന് വിഷയമല്ല എന്ന് പറഞ്ഞാലും രണ്ടു തരത്തിൽ സുഖദുഃഖങ്ങൾ ആത്മാവിൻ്റേതല്ല. അതുകൊണ്ടൊരിക്കലും ആത്മാവ് സ്വയം വിഷയവിഷയീഭാവത്തിൽ നിന്നുകൊണ്ട് തന്നെയും തന്റെ വിഷയങ്ങളെയും ഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. ഇവിടെ പറയുന്നുണ്ട് ന വ്യനക്തി പ്രദീപോപി സ്വതോ ഭാസ്വരൂപതഃ വിഷയത്വച്ച പുംബുദ്ധേ ന ദീപസ്യ ഉഭയാത്മത. അങ്ങനെ ഈ ലോകത്ത് ഒരു ഉദാഹരണം കിട്ടത്തില്ല. ന ദീപസ്യ ഉഭയാത്മത, ദീപത്തിനുമില്ല ശേഷി സ്വയം പ്രകാശിക്കുക മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുക. പക്ഷെ സാധാരണ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ്. അത് മറ്റൊരു രീതിയിൽ ഇതിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട്. അതിവിടെയും നമുക്ക് ആശയക്കുഴപ്പമുണ്ടാകാൻ പാടില്ല. ഇവിടെ പറയുന്നു സുഖദുഃഖങ്ങൾ ആത്മാവിൻ്റേതല്ല. വേറെടുത്ത് പറയും ആത്മാവ് സുഖസ്വരൂപമാണ്. ഇത് രണ്ടും തമ്മിൽ വിരോധമില്ല. ഈ പറയുന്ന പോലെ ഒരു പറയും എന്താണ് കാമന, മനുഷ്യന്റെ സുഖാഭിവാഞ്ച, അത് തന്നെയാണ് അടയാളം അവൻ സുഖസ്വരൂപനാണെന്നുള്ളത്. ഇതേ ഉദാഹരണം കൊണ്ട് തന്നെ ആത്മാവ് സുഖസ്വരൂപമാണെന്നും പറയും. പക്ഷെ ഇത് വേറെ തരത്തിലാണ് ഇവിടെ പറയുന്നത്. രണ്ടിന്റെയും താല്പര്യം ഒന്നാണ്. എന്താണോ ഈ സുഖം അല്ലെങ്കിൽ ദുഃഖം ആത്മാവിന്റെ ഗുണമല്ല, ആണ് താല്പര്യം. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആത്മാവ് സുഖസ്വരൂപമാണ്. സുഖത്തെ നിരന്തരം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആത്മാവ് സുഖസ്വരൂപമാണ്. ദുഃഖത്തെ അനുഭവിക്കുന്നുണ്ടെങ്കിലും ആത്മാവ് ദുഃഖസ്വരൂപമല്ല. ഇവനെന്താ സുഖം? അപ്പോൾ അവിടെ സുഖം എന്ന് പറയുമ്പോൾ പറയും ഈ ജീവൻ തന്റെ ഇന്ദ്രിയങ്ങളിലൂടെ കർണങ്ങളിലൂടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖമല്ല, അതല്ല ആത്മാവിന്റെ സ്വരം. ആത്മാവ് സുഖമാണെന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് നിരതിശേഷം ബുദ്ധിക്കും മനസ്സിനും വിഷയമാകാത്ത സുഖം. അതാണ് സുഖം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സുഖത്തെ നിഷേധിക്കുമ്പോൾ എന്താണോ ഈ ജീവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, വിഷയാനുഭവത്തിലൂടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സുഖം അത് ആത്മസ്വരൂപമല്ല. ഇതെല്ലാം ഇവിടെ ജീവനിലാണ്. ഇത് രണ്ടും തമ്മിൽ പരസ്പര വിരുദ്ധമാണെന്ന് പറയും. ഇഷ്ടത്തിനു വേണ്ടി, പ്രിയത്തിനു വേണ്ടി മനസ്സെപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്, അതെന്റെ സ്വരൂപമാണ് എന്നെല്ലാം പറയും. സ്വരൂപമെന്ന് എവിടെ പറയുന്നു? ആത്മാവ് ആനന്ദമാണ്, സുഖമാണ് എന്നിവിടെയെല്ലാം പറയുന്നു. അവിടെയെല്ലാം ഉദ്ദേശിക്കുന്നത് നിരതിശയമായ, വാക്കിനും മനസ്സിനും വിഷയമല്ലാത്ത സുഖമാണ്. അത് ഈ ലോകാതീതമാണ്. നമുക്ക് ലൗകികമായ സുഖമേ ഉള്ളൂ. ഇവിടെ ചർച്ച ചെയ്യുന്നത് അനുഭവിക്കുന്ന സുഖത്തെക്കുറിച്ചാണ്. ഈ സുഖം ആത്മാവിൻ്റേതാണോ, ആത്മാവ് ഈ സുഖത്തോടു കൂടിയതാണോ? അല്ല, ഇതാ ജീവഭാവത്തിലുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് പറയുന്നത് എന്താണ്? അത് പലതരത്തിലും പറയാം. കാണുന്നവനും കാഴ്ച വസ്തുവുമായി, കേൾക്കുന്നവനും കേൾക്കുന്ന വസ്തുവുമായി, ശബ്ദവുമായി, ഇനി സുഖിക്കുന്നവനും അവൻ അനുഭവിക്കുന്ന സുഖവുമായി. ഇങ്ങനെയൊന്നും ആത്മാവിന് നിൽക്കാൻ കഴിയത്തില്ല. പക്ഷെ ആത്മാവിന്റെ സ്വഭാവമാണല്ലോ അതിങ്ങനെ പ്രകാശിക്കുക, സർവത്തെയും കുറിച്ചുള്ള അറിവുണ്ടാക്കി തരുന്നു. സ്വയം അറിവായതുകൊണ്ടാണല്ലോ മറ്റുള്ളതിനെ അറിയിക്കുന്നത്. സ്വയം അറിവായിരുന്നുകൊണ്ട് മറ്റുള്ളതിനെ അറിയിക്കുന്നു. സ്വയം അറിവായിരിക്കുക എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളതിനെ അറിയിക്കുന്നത് പോലെ തന്നെ അറിയുന്നു എന്നർത്ഥമില്ല. അതിന്റെ ആവശ്യം വരുന്നില്ല. ദീപത്തെ പോലെയാണ്. അതാണ്
എന്ന് പറയുമ്പോൾ പറയുന്നു എന്നാ ദീപസ്യ ഉഭയാത്മത. ദീപത്തിന് പോലും അങ്ങനെ ഒരു ശേഷിയില്ല, ഉഭയാത്മത്വമില്ല. സ്വയം അറിയിച്ചുകൊണ്ട് മറ്റുള്ളതിനെ അറിയിക്കുക. ദീപത്തിനും അതിന്റെ ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ട്? ദീപം സ്വയം പ്രകാശ സ്വരൂപമായതുകൊണ്ട് അതിന് ദീപത്തെ പ്രകാശിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് പ്രകാശമാണെങ്കിൽ പിന്നെ എന്തിനു തന്നെ പ്രകാശിപ്പിക്കണം? അതിന്റെ ആവശ്യം വരുന്നില്ല. അതാണ് പറയുന്നത് ഇന്ന ദീപസ്യ ഉഭയാത്മത. എന്തുകൊണ്ട്? വിഷയത്വച്ചപ്പം ബുദ്ധേ, ജീവബുദ്ധിക്ക് അത് വിഷയമാണ്. ബുദ്ധിപ്രകാശത്തിൽ അത് പ്രകാശിക്കുന്നു. ബുദ്ധി പറയുന്നത് ആ ദീപം പ്രകാശിക്കുന്നതാണ്. അപ്പോൾ സ്വയം പ്രകാശത്വം അത് ആത്മാവിന് മാത്രമേ ഉള്ളൂ. അവിടെ സുഖദുഃഖാദികൾ അനാത്മമായ ഒന്നും തന്നെ അവിടെയില്ല. നല്ല വിനക്തി പ്രദീപോപിസ്വതേ ഭാസ്വരൂപത. സ്വയം അത് പ്രകാശിക്കുന്നതാണ്. പക്ഷെ എന്നിട്ട് കൂടി അതിന് സ്വയം തന്നെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ല, അതിന്റെ ആവശ്യമില്ല എന്ന്. അതുകൊണ്ട് ദീപത്തെ ഉദാഹരണമായിട്ട് എടുക്കാൻ പറ്റില്ല. പ്രതീജസ്ഥ നിരംശത്വ ദീപേന സധർമ്മത. ഇനി ഈ ആത്മാവാണെങ്കിലോ നിരവയമാണ്. അതുകൊണ്ട് ഒരിക്കലും അതിന് ദീപവുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല, പ്രകാശവുമായിട്ട്. ഇനി പ്രകാശവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ വിട്ടിട്ടാണ്, സാവയവത്വം തുടങ്ങിയ കാര്യങ്ങളെ വിട്ടിട്ടാണ് പറയുന്നത്. പ്രദീപം സാവയവമാണ്, അതുകൊണ്ട് ആത്മാവ് സാവയവമാണ് എന്നുള്ള അർത്ഥത്തിലല്ല. പ്രദീപത്തിന് അങ്ങനെ ചില അംശീഭാവങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ പ്രദീപത്തിനൊരു ഗുണമുണ്ട്. എന്താണ്? അത് സ്വയം പ്രകാശിക്കുന്നു, മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുന്നു. അതും ആത്യന്തികമായൊരു ഗുണമല്ല, അവിടെയും ബുദ്ധി അപേക്ഷിക്കുന്നു. എന്നാലും സ്വയം പ്രകാശിക്കുന്നു എന്തുകൊണ്ട് പറയുന്നു? മറ്റു പ്രകാശത്തെ അപേക്ഷിക്കാത്തതുകൊണ്ട്. ഇതാണ് രണ്ടും തമ്മിലുള്ള ഭേദം. അതുപോലെ ആത്മാവ് സുഖദുഃഖങ്ങളോടുകൂടിയതല്ല, അത് നിരതിശയ സുഖമാണ്. ആത്മാവ് എന്തുകൊണ്ട് നിരതിശയ ദുഃഖമാകുന്നില്ല? ഞാൻ പറയാമല്ലോ, ജീവൻ സുഖദുഃഖങ്ങളെയൊക്കെ അനുഭവിക്കുന്നു. സുഖത്തെപ്പോലെ തന്നെ ദുഃഖവും രണ്ടും പ്രത്യക്ഷമായിരിക്കുന്നു. എന്നിട്ട് പറയുന്നു അത് നിരതിശയ സുഖമാണ് എന്ന് പറയുന്നു. എന്തുകൊണ്ടത് നിരതിശയ ദുഃഖമായിക്കൂടാ? ഇതുപോലെയാണ്, എന്തുകൊണ്ടത് ശൂന്യമായിക്കൂടാ? എന്തുകൊണ്ടത് നശ്വരമാക്കിക്കൂടാ? അപ്പൊ ഇതിനെല്ലാം നിഷേധിച്ചാൽ ശേഷിക്കുന്ന അതാണ് ആത്മാവ്, ആണ് ആത്മാവിന്റെ സ്വരൂപം. അപ്പോൾ സുഖദുഃഖാദികളെ രണ്ടിനെയും നിഷേധിക്കേണ്ടി വരും. നിരതിശയമായ സുഖസ്വരൂപം എന്ന് പറഞ്ഞു. അതുപോലെ നിരതിശയമായ ദുഃഖമില്ല. നിരതിശയമായ ഒന്നേ ഉള്ളൂ, അത് ആത്മാവാണ്. അതിനെ ലൗകിക സുഖദുഃഖങ്ങളോട് താരതമ്യപ്പെടുത്തി മനസ്സിലാക്കുക. നിരതിശയം എന്ന് പറഞ്ഞാൽ അവിടെ സുഖദുഃഖാദികളെല്ലാം നിഷേധിച്ചു. അതിന് പറയും കേവല സന്മാത്രം, കേവല ചിന്മാത്രം, കേവല ആനന്ദമാത്രം എന്ന് പറയും. അത് പറയുന്നു പ്രതീക്ഷ നിരംശത്വം. ഇങ്ങനെ കേവല രൂപത്തിലിരിക്കുന്ന പ്രത്യേകാത്മ, അതിൽ അവയവങ്ങളില്ല, അംശങ്ങളില്ല. അതുകൊണ്ട് ഇന്ന ദീപേന സധർമ്മത, അതിനെ ദീപവുമായിട്ടൊന്നും താരതമ്യപ്പെടുത്തരുത്. അതിന് ദൃഷ്ടാന്തമില്ല. ദൃഷ്ടാന്തവും നൈവദൃഷ്ടം എന്നല്ലേ പറയുന്നു. ഈ ഒരു കാര്യത്തിന് മാത്രം ഒരു ദൃഷ്ടാന്തമേ ഇല്ല. ഇത് തന്നെ സർവാത്മകമായിരിക്കുമ്പോൾ എന്താ ദൃഷ്ടാന്തം? ഇതിനെടുത്ത് പറയാൻ പറ്റും. ഇന്ന് വേറിട്ടൊന്ന് വേണ്ടേ? അതിന് ദൃഷ്ടാന്തമില്ല എന്നർത്ഥം.
ഇനി വൈശേഷിക മതമനുസരിച്ച് അവരെന്താണ് പറയുന്നത്? ആത്മാമനസംയോഗം, ആത്മാവും മനസ്സും തമ്മിലൊരു ബന്ധം ഉണ്ടാവും. മനസ്സംയോഗം എന്ന് പറയുന്നത് ബന്ധം. അതുകൊണ്ട് ആത്മാവിൽ ബുദ്ധി, സുഖ, ദുഃഖ, ഇച്ഛ, ദ്വേഷ, പ്രയത്നം, ധർമാധർമ്മ ഗുണങ്ങളുണ്ടാവും. സുഖദുഃഖ ഇച്ഛാദികളെല്ലാം അറിവെല്ലാം ആത്മാവിലുണ്ടാകുന്നു. മനസ്സംയോഗജത്വപ്യാത്മനി, മനസ്സംയോഗം കൊണ്ട്, ആത്മാവുമായിട്ടുള്ള മനസ്സംയോഗം കൊണ്ട് സുഖദുഃഖാദികളെല്ലാം ഉണ്ടാകുന്നു എന്നാണെങ്കിലോ ദുഃഖസ്യ, ദുഃഖം അവിടെ ഉണ്ടാകുന്നു. സാവയവത്വ വിക്രിയാവത്വ അനിത്യത്വ പ്രസംഗം, അത് ശരിയാവില്ല. സാവയവമായിരിക്കണം. പരസ്പര സംയോഗം ഉണ്ടാവണമെങ്കിൽ ആ രണ്ട് വസ്തുക്കൾക്കും അംശങ്ങളുണ്ടായിരിക്കണം. ഇനി വിക്രിയ ഉണ്ടാവണം, വിക്രിയ വസ്തു, അനിത്യത്വം, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അനിത്യമാവും. ആത്മാവ് നിത്യമാണ്. മനസ്സംയോഗം കൊണ്ട് ആത്മാവിൽ സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നു പറയാനും കഴിയില്ല. കാരണം മനസ്സംയോഗം ആത്മാവിൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ ആത്മാവിനെ അവയവമുള്ളതായിട്ട് പറയണം. അവയവം വന്നു കഴിഞ്ഞാൽ വികാരം വരും. വികാരം വന്നു കഴിഞ്ഞാൽ നശിക്കും. പാത്രം, അതിന് അവയവമുണ്ട്, രണ്ട് കപാലങ്ങൾ, അതിന് വികാരമുണ്ട്, അതിന് നാശമുണ്ട്. ആത്മാവ് അങ്ങനെയല്ല. അവികൃത്യ സംയോഗിദ്രവ്യം ഗുണ കശ്ചിത് ഉപയൻ ഉപയൻ അപയൻ വാ ദുഷ്ട. ആ ദ്രവ്യത്തിലാണ് ഗുണം ഉണ്ടാകുന്നത്. താർക്കികന്മാർ പറയുന്നത് പൃഥ്വി, തേജോ, വായു, ആകാശ, കാലദിഗാത്മ, മനാംസ്. പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം, കാലം, ദിക്ക്, ആത്മാ, മനസ്സ്, ഇത്രയും ദ്രവ്യങ്ങളായിട്ട് അവർ പറയുന്നു. അങ്ങനെ ഒരു സംയോഗിദ്രവ്യത്തിൽ ഒരു ഗുണം ഉണ്ടാകുകയാണെങ്കിൽ കശ്ചിത് ഉപയൻ, ആ ദ്രവ്യത്തിൽ ഉണ്ടായി അപയൻ നശിക്കുന്നു, അതിലുണ്ടായി ഇല്ലാതാകുന്നു എന്ന് സ്വീകരിക്കേണ്ടി വരും. അങ്ങനെയല്ല കാണുന്നില്ല. കശ്ചിത് ഉപയൻ ഉയർന്നു വരിക, അപയൻ ഇല്ലാതാകുക. അതാണ് ദ്രവ്യത്തിൽ ഗുണം. അങ്ങനെയാണ് ഉണ്ടായി വരുന്നു, ഇല്ലാതാകുന്നു. ഇവിടെ അത് കാണുന്നില്ല. അങ്ങനെ ഉണ്ടാകുകയും വരികയും ഇല്ലാതാവുകയും ചെയ്യണമെങ്കിൽ അവിടെ ദ്രവ്യത്തിൽ അഭയം വേണം. ഇവിടെ അതൊന്നും കാണുന്നില്ല. ആത്മാവിന് അവയവമില്ല, അതുകൊണ്ട് അവിടെ ഗുണങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, ഇല്ലാതാകുന്നില്ല. കേവലമായി, പരിശുദ്ധമായി, ഏകമായി, സ്വച്ഛമായി അത് സ്ഥിതി ചെയ്യുന്നു. അവിടെ ഇവിടെ അവയവം, അവിടെ എന്തിനോട് സംയോഗം, എന്തിനോട് സംബന്ധം. എന്നുവെച്ചാൽ നിരവയവും വിക്രിയമാണെന്ന് ഇഷ്ടം കൊച്ചിത്. ഇനി അവയവമില്ലെങ്കിൽ അതിന് വികാരവും വരത്തില്ല. ആത്മാവ് അവയവമില്ല, വികാരമില്ല. ഇനി അനിത്യ ഗുണാശ്രയം വാ നിത്യം, അനിത്യമായ ഗുണത്തെ ആശ്രയിച്ചിരിക്കുന്നു, നിത്യമാകത്തില്ല. അനിത്യമായ ഗുണമാണ് ഈ കാണുന്ന വർണ്ണം. അതാശ്രയിച്ചിരിക്കുന്ന ഈ പുസ്തകം നിത്യമല്ല, നശിക്കും. എവിടെയാണോ അനിത്യമായ ഗുണത്തെ ആശ്രയം വരുന്നത് നശിക്കും. അതുകൊണ്ട് ഈ നൈയായികന്മാർ പറയുന്നത് ശരിയല്ല. എന്താണ്? സ്വദുഃഖാദി ഗുണങ്ങൾ അനിത്യ ഗുണങ്ങളാണ്, അത് ആത്മാവിലിരിക്കുന്നു, അതുകൊണ്ട് ആത്മാവ് നിത്യമാണ്. ഇതൊന്നും ശരിയല്ല. അനിത്യഗുണം ഇരുന്നു കഴിഞ്ഞാൽ അതും അനിത്യമാവും എന്നർത്ഥം. പക്ഷെ പറയും എന്താണ്? ആകാശമുണ്ടല്ലോ, അവിടെ ശബ്ദമുണ്ട്, അനിത്യഗുണമാണ്. പക്ഷെ ആകാശം നിത്യമാണെന്ന് പറഞ്ഞല്ലോ. എന്നുവെച്ചാൽ ആകാശ ആഗമവാദിഭ്യർ നിത്യതയാവുകയും, ആകാശത്തെ ആഗമവാദികൾ, അദ്വൈതികൾ നിത്യമായി അംഗീകരിക്കുന്നില്ല. ആഗമവാദി എന്ന് വെച്ചാൽ ആഗമത്തെ പ്രമാണമായി സ്വീകരിക്കുന്നവർ. അവരൊരിക്കലും ആകാശത്തെ നിത്യമായി സ്വീകരിക്കുന്നില്ല. എന്നുവെച്ചാൽ അന്യ ദൃഷ്ടാന്തം, വേറൊരു ദൃഷ്ടാന്തം പറയുക ആത്മാവല്ലാതെ ഒന്നുമില്ല. നിത്യമാണമവി തത്പ്രത്യ അനിവൃത്തിയർ നിത്യമേ വേദിച്ച് ഇനി വേറെ തരത്തിൽ പറയുന്നു. ഒരു വസ്തു നിത്യം എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു? പൃഥ്വി നിത്യമാണെന്ന് പറയുന്നു. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു? പൃഥ്വിയിൽ ഒരുപാട് പരിണാമം സംഭവിക്കുന്നു. എന്തെല്ലാം പരിണാമം പൃഥ്വിയിൽ സംഭവിച്ചു കഴിഞ്ഞാലും സേയം പൃഥ്വീത, ഇത് ആ പൃഥ്വി തന്നെ എന്നുള്ള പ്രതിഭിജ്ഞ, അത് തന്നെ ഇതെന്നുള്ള ബുദ്ധിയുണ്ട്. അതുകൊണ്ട്
ഇത് നിത്യമാണ്, പരിണാമമേ സംഭവിക്കുന്നുള്ളൂ, ഇതിന് നാശം സംഭവിക്കുന്നില്ല. ഇന്നലെ കണ്ടവനെ ഇന്നും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയും സ്വയം ദേവദത്ത, ഇന്നലെ കണ്ടവൻ തന്നെ ഇന്ന് അവന് നാശം സംഭവിച്ചിട്ടില്ല. അതുപോലെ ഈ പ്രതിഭാദി തത്വങ്ങളിൽ അത് തന്നെ, ഇത് ഇന്നലെ കണ്ടത് തന്നെ, മുമ്പുണ്ടായിരുന്നത് തന്നെ, ഇത് തന്നെ നാളെ ഉണ്ടാകും. ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുമുണ്ട്. ഇതൊന്നും നശിക്കുന്നതല്ല എന്നാണ്, നിത്യമാണ്. വിക്രിയമാണ് മുഖി തത്പ്രത്യ അന്നുവിടുത്തെ. ഇത് സാഖ്യന്മാർ സ്വീകരിച്ചിരിക്കുന്നു. പരിണാമി നിത്യം എന്ന് പറയും. പ്രകൃതി എപ്പോഴും പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ പരിണമിച്ചാലും പ്രകൃതി തന്നെ. അനവർ പറയുമ്പോൾ മണ്ണിൽ നിന്നും എത്ര പാത്രങ്ങൾ ഉണ്ടാക്കിയാലും മണ്ണ് തന്നെ. അപ്പൊ പരിണാമം കൊണ്ട് അത് രൂപാന്തരം സംഭവിക്കുന്നതേ ഉള്ളൂ, വേറെ രൂപത്തിലേക്ക് മാറുന്നു, നാശമല്ല. അതുകൊണ്ട് ഈ പ്രകൃതിക്ക് പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, രൂപാന്തരം സംഭവിക്കുന്നത്, നശിക്കുന്നില്ല എന്നാണ്. ദ്രവ്യസ്യ അവയവ അന്യഥാത്വ വ്യതിരകീന വിക്രയാനുഭവത്തെ അതിനെ അദ്വൈതം നിഷേധിക്കുന്നു. ഒരു വസ്തുവിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലൊരു പരിണാമം സംഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ അവയവങ്ങളിൽ വ്യത്യാസം വരും, അവയവങ്ങളിൽ അന്യഥാത്വം വരും. അവയവ സംശ്ലേഷം, അവയവങ്ങളുടെ കൂടിച്ചേരൽ, അതിന് മാറ്റം വരുന്നു. അപ്പോൾ അത് നാശമാണ്. ഒന്നിന്റെ അവയവത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ അതതിന്റെ നാശമാണ്. അതുകൊണ്ടൊരു വികാരം വരുമ്പോൾ അതിന് അവയവങ്ങളിൽ മാറ്റം വരുന്നു. അതുകൊണ്ടല്ലേ ബാല്യശരീരമല്ല യൗവന ശരീരമല്ല വാർദ്ധക്യ ശരീരം. നിത്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും നിത്യമല്ല. എന്തുകൊണ്ട്? ഇവിടെ പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പരിണാമം സംഭവിക്കുമ്പോൾ ഈ ശരീര അവയവങ്ങൾക്കെല്ലാം മാറ്റം സംഭവിക്കും, സംയോഗ വിയോഗങ്ങൾ സംഭവിക്കുന്നു. അതുകൊണ്ട് നിത്യമല്ല അനിത്യമാണെന്ന് പറഞ്ഞാൽ ആ ശരീരം രൂപപ്പെടുന്ന ആ സമയം മുതൽ അത് പൂർണ്ണമായും നശിക്കുന്നത് വരെ അത് നശിച്ചുകൊണ്ടേയിരിക്കും. നിത്യമല്ല. പരിണാമം എന്ന് വെച്ചാൽ ഒന്നിന്റെ നാശവും മറ്റൊന്നിന്റെ തുടക്കമാണ്. ഇനി പറയുന്നു സാവയവത്തെ നിത്യത്വം വിധിച്ച്. പിന്നെ ചില വസ്തുക്കൾക്ക് അവയവം ഉണ്ടെങ്കിലും നിത്യമാണെന്ന് പറഞ്ഞാലോ പറയുന്നില്ല, അത് ശരിയല്ല. സാവയവസ്യ അവയവ സംയോഗപൂർവകത്വ സതി വിഭാഗഭൂത്തെ. ഒരു വസ്തുവിനെ അവയവം ഉള്ളതെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന് സംയോഗം വരുന്നു, വിഭാഗവും വരുന്നു. അത് സ്വീകരിക്കേണ്ടി വരും. കൂടിച്ചേരുന്നു, പിരിയുന്നു. വജ്രാദിഷദർശന, വജ്രം പോലെയുള്ള നല്ല കടുകട്ടിയായ പദാർത്ഥങ്ങൾ അതിൽ ഇങ്ങനെ കൂടിച്ചേരുന്നതും പിരിയുന്നു. കാരണം അത് പൊടിഞ്ഞ് നശിച്ചു പോകുന്നത് കാണുന്നില്ല. അതുകൊണ്ട് അത് നിത്യമാണെന്ന് പറഞ്ഞാലോ വജ്രം പൊടിഞ്ഞു പോകുന്ന കാണാറില്ല. പ്രത്യേകിച്ച് പഴയകാലം വജ്രത്തെ ഛേദിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അനുമേയത്വ സംയോഗപൂർവത്വ പറയുന്നത് ശരിയല്ല. അവിടെയും നമുക്ക് അനുമാനിക്കാം എന്താണോ ഇതിന്റെ പിന്നിലൊരു നാശം എപ്പോഴെങ്കിലും ഉണ്ടാവും, സംഭവിക്കും. വജ്രം സ്ഥായിയല്ല, ഇത് കൂടിച്ചേർന്നാണ്, ഇതൊരിക്കലും നശിക്കും. തസ്മാത്മനോ ദുഃഖാദി അനിത്യഗുണാശ്രയത്വബോധി. അതുകൊണ്ട് ഇവിടെ പറഞ്ഞവസാനിപ്പിക്കുന്ന കാര്യം ഇതാണ്. ആത്മാവിൽ ദുഃഖാദി എന്ന് വെച്ചാൽ ദുഃഖം, സുഖം തുടങ്ങിയ അനിത്യഗുണങ്ങൾ ഇല്ല. ആശ്രയത്വബോധിയില്ല. ആത്മനസ്സ് കാമായ അവിടെ മുതൽ പറഞ്ഞു വരുന്ന മുഖ്യമായ ഇതാണ്. ആത്മാവിൽ സുഖദുഃഖാദി ഗുണങ്ങൾ ഇല്ല. എന്തുകൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത്? താൻ ഒരു ജീവൻ സദാ സുഖദുഃഖ ഗുണങ്ങൾ, സുഖദുഃഖ അനുഭവങ്ങൾ, സുഖദുഃഖാദി ഗുണങ്ങൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കും. അത് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ താൻ സുഖിയാണ് ദുഃഖിയാണെന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, അതായത് ആത്മാവിനെ സുഖിയായും ദുഃഖിയായും സ്വീകരിക്കേണ്ടി വരും. സ്വാനുഭവമാണ്. അതിനെ നിഷേധിക്കുന്നു. അവിടെ ഒന്ന് മനസ്സിലാക്കണം, ഒരിക്കലും സുഖദുഃഖ അനുഭവങ്ങളെ നിഷേധിക്കുകയല്ല. നിനക്ക് സുഖം എന്ന അനുഭവമില്ല, ദുഃഖം എന്ന അനുഭവമില്ല, അങ്ങനെയല്ല.
അദ്വൈതത്തിൽ വിശേഷിച്ചും ഒരിടത്തും സ്വാനുഭവങ്ങളും നിഷേധിക്കുന്നില്ല. അനുഭവത്തെ നിഷേധിച്ചിട്ടല്ല, അനുഭവത്തെ ആശ്രയിച്ചിട്ടാണ് ചർച്ച. ഈ അനുഭവം സുഖദുഃഖ അനുഭവങ്ങളെ ആശ്രയിച്ച് ചർച്ച ചെയ്താൽ ഈ സുഖദുഃഖ അനുഭവങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ, ജീവഭാവം, അതിന് പിന്നിലുള്ള ആത്മതത്വത്തിൽ എത്തിച്ചേരും. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അതിന്റെ സ്വരൂപം എന്താണ്? അവാങ് മനോഗോചരം. വാക്കിന് മനസ്സിലൊന്നും എത്തത്തില്ല. പിന്നെ ഈ അനുഭവിക്കുന്ന സുഖവും മറ്റോ അത് സാദൃശ്യമായ ഏറ്റക്കുറച്ചുള്ള സുഖം. ഇന്ന് നിങ്ങൾക്ക് അനുഭവിക്കുന്ന സുഖത്തിലും എത്രയോ മടങ്ങ് ഏറ്റവും വലിയ സുഖം അനുഭവിക്കാൻ കഴിയും. അതിനുള്ള സാധന അനുഷ്ഠിച്ചില്ല. പക്ഷെ അത് അല്ല ആത്മസുഖം. ചില പണ്ഡിതന്മാരും മറ്റും പറയും, സമാധിഷു ബ്രഹ്മപ്രമോദാർണവം. സമാധിയിൽ ബ്രഹ്മ പ്രമോദാർണവം, ആനന്ദ സമുദ്രം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയും. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ഈ ദുഃഖങ്ങളുടെയൊക്കെ നിവൃത്തിയാണ് അവിടെ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് ശരി. ഈ ദ്വൈത നിഷേധമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ശരി, സമാധിയിൽ അത് സംഭവിക്കും. ഈ ദുഃഖം നിവൃത്തിയാണെങ്കിൽ അത് ശരി. ദുഃഖം നിവൃത്തി എന്ന് പറയുന്നത് സുഖസ്വരൂപമാണ്, അത് സമ്മതിക്കാം. ദുഃഖം എവിടെയാണ് ഇരിക്കുന്നത്? അന്ധകരണത്തിൽ. സുഖം എവിടെയാണ് ഇരിക്കുന്നത്? അന്ധകരണത്തിൽ. അന്ധകരണത്തിൽ നിന്ന് ദുഃഖം നിവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവശേഷിക്കുന്ന സുഖമാണല്ലോ. അതുകൊണ്ട് അവിടെ സുഖാനുഭവം അവിടെ അന്ധകരണത്തെ സ്വീകരിക്കാം. സുഖദുഃഖങ്ങൾ രണ്ടും മാറ്റിക്കഴിഞ്ഞാൽ പിന്നെന്താണ്? അത് സുഖദുഃഖാതീതമായിരിക്കുന്നു അന്ധകരണത്തിന്റെ കേവലാവസ്ഥ. പക്ഷെ അന്ധകരണത്തിനൊരു സ്വഭാവമുണ്ട്, ഏതെങ്കിലും പരിണാമത്തിലേതിരിക്കും. സുഖദുഃഖങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് മറ്റേതെങ്കിലും ഒരു പരിണാമത്തിലേക്ക് പോകും. ജ്ഞാനരൂപത്തിൽ പരിണമിക്കാം, ഇച്ഛാരൂപത്തിൽ പരിണമിക്കാം, കാമക്രോധാദി രൂപത്തിൽ പരിണമിക്കാം, ഏതെങ്കിലും തരത്തിൽ പരിണമിക്കാം. ആ പരിണാമരൂപമായിരിക്കും. അതില് കേവല ജ്ഞാനരൂപത്തിലാണ് അതിന്റെ പരിണാമമെങ്കിൽ പറയാം അത് സുഖമാണ്. എന്തുകൊണ്ട്? ഈ പറയുന്ന സുഖദുഃഖങ്ങളില്ലാത്ത സുഖം, അതിന് സുഖമെന്ന് പറയാം, കേവലഭാവത്തിൽ. അതിൽ കവിഞ്ഞ് വിഷയരൂപത്തിലുള്ള ഒരു സുഖം ആത്മാവിലില്ല. അതാണ് ഇവിടെ സമർത്ഥിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെ വീണ്ടും സംശയം വരുന്നു. പരസ്യ അദുഃഖിത്വേ അന്വേഷിച്ച ദുഃഖിനോ അഭാവേ ദുഃഖ ഉപശമനായ ശാസ്ത്രാരംഭ അനർത്ഥയ്ക്കും ഇപ്പൊ നിങ്ങൾ പറഞ്ഞു എവിടെ എത്തി? ഈ ജീവൻ സുഖമില്ല. ഇനി ആ പരമചൈതന്യം പരമാത്മാവ് അതും സുഖമില്ലെന്ന് പറയുന്നു. അതല്ല പറഞ്ഞു വരുന്നത്. ആത്മാവിൽ സുഖമില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? ആ പരമചൈതന്യത്തിൽ സുഖമില്ലെന്നാണ്. ഇനി ഈ ശരീരത്തിലിരിക്കുന്ന ജീവാത്മാവ് പറയുന്നത് പരമചൈതന്യമാണ്, അതുകൊണ്ടും അവിടെ സുഖമില്ല. ആ പരമചൈതന്യത്തിന് സുഖമില്ല. ശരീരത്തിനുള്ളിൽ ഇരിക്കുന്ന ഈ ജീവാത്മാവിന് സുഖമില്ല. എന്തുകൊണ്ട്? അത് പരനായതുകൊണ്ട്. ദുഃഖമില്ല, സുഖദുഃഖങ്ങളൊന്നുമില്ല, എന്നുവെച്ചാൽ സംസാരമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പരസ്യ അദുഃഖിത്വ അന്വേഷിച്ച ദുഃഖിനോ അഭാവം വേറെ ഇവിടെ അതല്ല മറ്റൊന്നുമില്ല. പരമാത്മാവല്ലാതെ രണ്ടാമത് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നതിന് ഒരാളില്ല. അതാണ് പറയുന്നത് അന്വേഷിച്ച ദുഃഖിനോ അഭാവേ ദുഃഖോപശമനായി. അങ്ങനെയാണെങ്കിൽ ശാസ്ത്രാരംഭ അനർത്ഥയ്ക്കും. പിന്നെ ഇത് ആർക്കു വേണ്ടിയാ ഈ ശാസ്ത്രം? ആർക്കു വേണ്ടിയാ? ഗുരു.
ഇതിൻ്റെയൊക്കെ ആവശ്യം തോന്നുന്നു. സാറിന് നമ്മൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്. പരമാത്മാവ് അവിടെ സുഖദുഃഖങ്ങളൊന്നുമില്ല. ഇത് പോകാനുള്ള ശ്രമം. ഇനി നിന്നിലാണെങ്കിലോ എന്നിലുമില്ല സുഖദുഃഖങ്ങളൊന്നും. എന്തുകൊണ്ട്? ഞാൻ ആ പരമാത്മാവിൽ നിന്നും അന്യനല്ല. അങ്ങനെയെങ്കിൽ ഈ ശാസ്ത്രം എന്തിനാർക്ക് വേണ്ടി? പരമാത്മാവിനാണോ അതോ ജീവാത്മാവിനാണോ? പരമാത്മാവിനാണെന്ന് പറയാൻ കഴിയില്ല, അവിടെ സുഖദുഃഖങ്ങളില്ല. ജീവാത്മാവിനെന്നും പറയാൻ വയ്യ. കാരണം എന്തുകൊണ്ട്? അത് വാസ്തവത്തിൽ പരമാത്മാവ് തന്നെ. അവിടെ സുഖദുഃഖങ്ങളില്ല. ഗുരു എന്തിന്, ശാസ്ത്രം എന്തിന്? അല്ലെ നമ്മൾ ചോദിക്കില്ല. എല്ലാം ബ്രഹ്മമാണെന്ന് പറയുന്നു, എല്ലാം സച്ചിദാനന്ദമാണെന്ന് പറഞ്ഞു, പിന്നെ ഇതിന്റെയൊക്കെ ആവശ്യം തോന്നുന്നു. ശാസ്ത്രാരംഭാന്റെ സംഗതി ചെയ്യുന്ന അവിദ്യ അധ്യാരോപിത ദുഃഖിത്വ ഭ്രമ അപോഹാർത്ഥത്വാത്മനി പ്രകൃതി സംഖ്യാപൂർണഭ്രമ അപോഹവത് കൽപ്പിത ദുഃഖാത്മ അഭ്യൂഹമാച്ച. ഈ ചോദ്യം ചോദിക്കുമ്പോഴെല്ലാം നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. മറവിൽ നിന്നുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. എന്താണ്? ഇവിടെ ആ പരമമായ സിദ്ധാന്തത്തെ മറന്നുപോകും. എന്താണ് അദ്വൈതം പറയുന്നത്? സുഖദുഃഖങ്ങളുണ്ടെന്ന് പറയുകയോ അല്ലെങ്കിൽ സുഖദുഃഖങ്ങളില്ല എന്ന് പറയുകയോ ചെയ്താൽ എന്താ എന്റെ താല്പര്യം? ബന്ധവും മോക്ഷവും ഇല്ല എന്ന് പറയുകയും ഗുരുവും ശാസ്ത്രവും വേണമെന്ന് പറയുകയും ചെയ്യുന്നതിന്റെ താല്പര്യം എന്താണ്? അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. എന്താണ്? ബന്ധമോക്ഷങ്ങളില്ല, ആത്മാവ് നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവമാണ്. എന്നിട്ടുടൻ പറയുന്നു ഈ സംസാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഗുരു വേണം, ശാസ്ത്രം വേണം. ഇത് ആശയക്കുഴപ്പത്തെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇത് കേട്ട് കഴിയുമ്പോൾ എന്താണ്? ആത്മാവ് ആനന്ദസ്വരൂപമാണ്, സുഖസ്വരൂപമാണ്, നിത്യമുക്തമാണ്. ഇത് കേട്ട് കഴിയുമ്പോൾ ബാക്കി സർവത്തെയും നിഷേധിക്കാൻ തോന്നും. ഒന്നിന്റെ ആവശ്യമില്ല. മറ്റ് സാധനങ്ങളുടെ ആവശ്യമില്ല. എല്ലാത്തിനും നിഷേധിക്കും. അതിനാണ് ഇവിടെ വിശദീകരണം കൊടുക്കുന്നത്. അപ്പോ ഈ ഇല്ല എന്നെന്തുകൊണ്ട് പറയുന്നു? ആത്മാവിൽ സുഖദുഃഖങ്ങളില്ല, ആത്മാവിൽ സംസാരമില്ല, ആത്മാവിൽ ബന്ധമോക്ഷങ്ങളില്ല എന്ന് പറയുന്നതിന്റെ താല്പര്യം ഇതൊക്കെ ഉണ്ടെന്നാ അദ്വൈതത്തിൽ. അപ്പൊ ഇല്ലെന്ന് പറഞ്ഞെങ്ങനെ ഉണ്ടെന്ന് താല്പര്യം വരും? കാരണം നമ്മുടെ മനസ്സിൽ ഈ ജഗത് സത്യത്വ ബുദ്ധിയുള്ള മനസ്സാണ്. ഇവിടെ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും നമുക്ക് ആ സത്യത്വ ബുദ്ധിയിലേക്ക് ഗ്രഹിക്കാൻ പറ്റും. പുസ്തകം ഉണ്ടെന്ന് പറഞ്ഞാൽ സത്യത്വ ബുദ്ധി ഗ്രഹിക്കുന്നു, ഇതിവിടെ ഉണ്ട്. ഇല്ലെന്ന് പറഞ്ഞാൽ ആ സത്യത്വ ബുദ്ധി ഗ്രഹിക്കുന്നു. എന്താണോ? ഇതിവിടെ ഇല്ല, മുമ്പ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് കാണാം, അല്ലെങ്കിൽ അത് നശിച്ചു പോയതായിരിക്കാം, അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടാകാത്തതാകാം. ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും നമുക്ക് സത്യത്വ ബുദ്ധിയിലേക്ക് ഗ്രഹിക്കാൻ പറ്റും. ജീവ മനസ്സിന്റെ സ്വഭാവം അതാണ്. പക്ഷെ ഇവിടെ പറയുമ്പോൾ ദുഃഖമില്ല, സംസാരമില്ല, സുഖമില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സത്യത്വ ബുദ്ധിയെ അംഗീകരിച്ചുകൊണ്ട് പറയുകയില്ല. മറിച്ച് സത്യത്വ ബുദ്ധിയെ നിരാകരിച്ചുകൊണ്ട് പറയുകയാണ്. അതെങ്ങനെ? അത് പറയുന്നത് ഇതെല്ലാം ഉണ്ടെന്ന് തന്നെയാണ് അനുഭവം. പക്ഷെ അതെങ്ങനെ അനുഭവിക്കുന്നു? ഇതെല്ലാം സത്യമായിട്ടുണ്ട്, സംസാരമുണ്ട്, സുഖദുഃഖങ്ങളുണ്ട്, ബന്ധമോക്ഷങ്ങളുണ്ടെന്ന് സത്യമായി ഉണ്ടെന്ന് അനുഭവിക്കുന്നു. അതിനെ എങ്ങനെ നിഷേധിക്കുന്നു? ആ അനുഭവം കൽപ്പിതമായുള്ള നിലനിൽപ്പാണ്. ആ അനുഭവം പരമാർത്ഥമല്ല. എന്നിൽ സുഖമിരിക്കുന്നു, ഞാൻ നിത്യമുക്ത സുഖസ്വരൂപനായിട്ട് കൂടി എന്നിൽ സുഖമിരിക്കുന്നു, എന്നിൽ ദുഃഖമിരിക്കുന്നു. ഈ അനുഭവം സത്യമായ അനുഭവമല്ല, കൽപ്പിതമായ അനുഭവമാണ്.
അപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ താല്പര്യം എന്താണ്? കല്പിതമായിട്ടുണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ താല്പര്യം? ഇത് പരമാർത്ഥത്തിലില്ല. ഉണ്ട് ഇല്ല എന്ന് പറയുന്നതിന് അദ്വൈതത്തിൽ ഈ രണ്ട് അർത്ഥമേ ഉള്ളൂ. ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്പിതമായി ഉണ്ട്, ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാർത്ഥത്തിലില്ല. തിരിച്ചാവാൻ പാടില്ല. പരമാർത്ഥത്തിൽ ഇതൊക്കെ ഉണ്ട് എന്നല്ല, കല്പിതമായി ഇല്ല എന്നല്ല. പരമാർത്ഥത്തിൽ നിഷേധിക്കുന്നു, കല്പിതമായി ഉള്ളത്. തിരിച്ചു വരാൻ പാടില്ല. എന്താ അത് അങ്ങനെ പറയുന്നു? ചുരുക്കത്തിൽ ഇതുണ്ടോ ഇല്ലയോ? ഇത് രണ്ടും പറയാം. ഇല്ലെന്ന് പറഞ്ഞാൽ ഉണ്ടെന്നർത്ഥം വരും, ഉണ്ടെന്ന് പറഞ്ഞാൽ ഇല്ലെന്നും അർത്ഥം വരും. ഇതിന് വൈരുദ്ധ്യമല്ലേ? ഇല്ല. അതുകൊണ്ട് നിർവചനീയത്തിൽ വൈരുദ്ധ്യമില്ല. നമ്മളിതിനെ ഉണ്ടെന്നോ ഇല്ലെന്നോ നിർവചിക്കുന്നില്ല. അങ്ങനെ നിർവചിച്ചാലല്ലേ ഉള്ളൂ വൈരുദ്ധ്യം വരുന്നത്. ഇതിന്റെ വസ്തുസ്ഥിതിയെക്കുറിച്ച് പറയുകയാണ്. നിങ്ങൾക്കിതിങ്ങനെ അനുഭവപ്പെടുന്നതുകൊണ്ട്, പ്രതീതമാകുന്നതുകൊണ്ട് ഉണ്ട് എന്ന് അംഗീകരിക്കുന്നു. പക്ഷെ തത്വത്തിൽ പരിശോധിക്കുമ്പോൾ ഇത് നിലനിൽക്കാത്തതുകൊണ്ട് ഇല്ലെന്നും അംഗീകരിക്കുന്നു. ഒരേ ഒരു വസ്തുവിൽ തന്നെ ഉണ്ടില്ല എന്നുള്ള അനുഭവം എങ്ങനെ ഉണ്ടാകും? ഉണ്ടാകത്തില്ല. ഈ വ്യാവഹാരികമായ അനുഭവങ്ങളിൽ അതുണ്ടാകത്തില്ല. ഉണ്ടായാൽ അത് ഭ്രാന്തിയാണ്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? പരമാർത്ഥ തത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ പരമാർത്ഥ തത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ആ പരമാർത്ഥ തത്വത്തിൽ പരമാർത്ഥമല്ലാതെ എന്തൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ അതെല്ലാം ഉണ്ടില്ല എന്ന രൂപത്തിൽ അനിർവചനീയമായി നിലനിൽക്കാം. അതുകൊണ്ട് ഇവിടെ എന്താ പ്രയോജനം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്രയോജനമുണ്ട്. ഇതെല്ലാം സത്യമാണ്, പരമാർത്ഥമാണ് എന്ന് വിചാരിച്ചിരിക്കുന്നവൻ ഇവിടെ എന്താണ് വാസ്തവത്തിലുള്ളത്, എന്താണ് പരമാർത്ഥം എന്നുള്ള പിടികിട്ടത്തില്ല. ഇതിങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ അത് പരമാർത്ഥത്തെ ബോധിക്കും? പരമാർത്ഥത്തെ ബോധിപ്പിച്ച ആരെങ്കിലും പുറമേ നിന്ന് ഈ പരമാർത്ഥത്തെ ബോധിപ്പിക്കാൻ വന്നാൽ ബോധിക്കും. അതിനെന്താ ഉദാഹരണം? കാരണം ഞാൻ എന്താണോ അനുഭവിക്കുന്നത് ഇതാണ് എനിക്ക് പരമാർത്ഥം. ഇതിനപ്പുറം ഒരു പരമാർത്ഥമുണ്ട്. ഇനി ഒരാൾ വന്ന് ബോധിപ്പിക്കുകയാണ് ഇതിനപ്പുറം ഒരു പരമാർത്ഥമുണ്ടെന്ന് ബോധിച്ചാൽ അത് ബോധ്യപ്പെടും. ബോധിപ്പിക്കേ വേണ്ട ബോധ്യപ്പെടാം. അതിനാണ് ഉദാഹരണം പറയുന്നത്. ആത്മനി പ്രകൃത സംഖ്യ പൂർണ്ണഭ്രമ അപോഹവത് കൽപ്പിത ദുഃഖ ആത്മാഭ്യൂമ. വളരെ പ്രസിദ്ധമായ ഉദാഹരണത്തിലൂടെ പറയുന്നത് ദശമസ്തമസി. മുമ്പ് ഭാഷ്യകാരൻ ചർച്ച ചെയ്തിട്ടുണ്ട്. ആത്മതത്വോപദേശത്തിനും ആത്മബോധത്തിനും ഇതിനും ഉത്തമമായൊരു ദൃഷ്ടാന്തം അദ്വൈതത്തിലില്ല. ഇതിനുത്തമമായെന്നുള്ളതല്ല, ഇതാണ് അവസാനത്തെ ദൃഷ്ടാന്തം. 10 പേര് കുട്ടികളാണ്, അല്ലെങ്കിൽ ശരിക്കും വിവേകമില്ലാത്തവർ. കുട്ടിയെന്ന് വെച്ചാൽ വിവേകമില്ലാത്തവരെന്നത്. നദിയോടൊന്നും ഒരാളെണ്ണി നോക്കുന്നു, ആരെങ്കിലും ഒഴുക്കിപ്പെട്ടു പോയോ? 1, 2, 3, 4, 5 എന്നിങ്ങനെ 9 പേരെ എണ്ണി. പ്രത്യക്ഷ ദുഷ്ടമായ അന്യർ 9 പേരെയുണ്ട്. താൻ എണ്ണുന്നവനായതുകൊണ്ട്, താനവിടെ കാഴ്ചക്കാരനായതുകൊണ്ട് തൽക്കാലം താനൊരു കാഴ്ചയായില്ല, കാഴ്ചയ്ക്ക് വിഷയമായില്ല. ഒരു നിമിഷം അങ്ങനെ സംഭവിച്ചു പോയി, സംഭവിക്കാം. ഒരു നിമിഷം തന്നെ വിസ്മരിച്ചു പോയി. എന്തുകൊണ്ട്? അത് കാരണമുണ്ട്. ആ സംഭ്രാന്തിയാണ്, ഭ്രമമാണ്. നദി നീന്തിക്കിടന്നാണ്. അപ്പോ അവിടെ മുതലെയുള്ള നദിയാണ്, വെള്ളപ്പൊക്കമുണ്ട്, ആർക്കെങ്കിലും അപകടം വരാം.
ഉടനെ കരയിൽ കയറിയിട്ട് ആ ഭ്രമത്തോടുകൂടി ഭ്രാന്തിയോടുകൂടി എണ്ണി നോക്കുകയാണ്. ആരെങ്കിലും നഷ്ടപ്പെട്ടോ? അപ്പോഴത്തെ ആവേശത്തിൽ വിഭ്രാന്തിയിൽ തന്നെ പെട്ടെന്നൊന്ന് മറന്നുപോയൊരു നിമിഷം അങ്ങനെ സംഭവിക്കാം. അത് ആവേശം കൊണ്ടാണ്. മറ്റൊമ്പത് പേരെയും മനസ്സിലാക്കി തന്നെ എണ്ണാൻ വിസ്മരിച്ചു എന്നുള്ള കാര്യം ഓർക്കാതിരിക്കുന്നുണ്ട്, ദുഃഖം വരുന്നു. അപ്പോ ആ കൂട്ടത്തിൽ ഒരാൾ തന്നെ മണ്ടത്തരം മനസ്സിലാക്കി, നീ 9 എണ്ണി നിന്നെ എണ്ണിയോ? അല്ലെങ്കിൽ മറ്റൊരാൾ, ഒരു ഗുരു എന്ന് കാണിക്കാൻ വേണ്ടി പറയും, മറ്റൊരാൾ അവിടെ ബോധിപ്പിക്കുന്നു, ദശമസ്തമസി, നീ ദശമനാണ്. എപ്പോഴാണോ ഈ ശബ്ദം അവന്റെ കർണപുടങ്ങളിൽ പതിക്കുന്നത്, എപ്പോഴാണോ ആ ശബ്ദാർത്ഥ ബോധം അവനുണ്ടാകുന്നത്, ശബ്ദാർത്ഥ ബോധം ഉണ്ടാകുന്നത് ശബ്ദം കേട്ടാൽ മാത്രം പോരാ. വേറെ ഭാഷയിലാണ് പറയുന്നതെങ്കിലും അന്യഭാഷക്കാരനാണ് ഒരുവനും എന്ന് പറയുന്നത്, കൂടുതൽ ഭ്രമം ഉണ്ടാകത്തേയുള്ളൂ. ആ ശബ്ദാർത്ഥ ബോധം ഏത് നിമിഷമാണോ ഉണ്ടാകുന്നത്, ആ നിമിഷം അവൻ തന്നെ അറിയുന്നു എങ്ങനെ ദശമനായി. ദശമോഹം, ഞാൻ ദശമനാണ്. അതുവരെ ദശമൻ നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആ ബോധം ഉണ്ടാകും. ഇതാണ് ശ്രുതിയും ചെയ്യുന്നത്. തത്വമസി, അവൻ തത്വത്തെ അന്വേഷിക്കുകയാണ്. എന്താണ് തത്വം? ശ്രവണം ചെയ്യുന്നു, മനനം ചെയ്യുന്നു, നിധ്യാസനം ചെയ്യുന്നു, എല്ലാം തത്വത്തെ അന്വേഷിക്കുകയാണ്. എങ്ങനെ തത്വത്തെ അന്വേഷിക്കുന്നു? തത്വം എവിടെയാണ്? അന്യമാണ്. അന്വേഷിക്കുന്നത് വരെ എന്തുകൊണ്ടൊരാൾ അന്വേഷിക്കാൻ ധൈര്യപ്പെടുന്നു? തന്നിൽ നിന്ന് അന്യമാണെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ അന്വേഷണമുണ്ടോ? താൻ തന്നെയാണെങ്കിൽ പിന്നെ അതിനെ അന്വേഷിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ താൻ അന്വേഷിക്കുന്ന എന്തോ, താൻ കണ്ടെത്താൻ ശ്രമിക്കുന്ന എന്തോ, അത് അന്യമാണെന്നുള്ളൊരു ബോധമാണ്. ആ ബോധത്തിൽ നിന്നുകൊണ്ട് അന്വേഷിക്കുന്നിടത്തോളം കാലം ഈ അന്വേഷണം ഒരിടത്തും എത്തത്തില്ല. ദുഃഖമായിരിക്കും ഫലം. ഇവിടെ ദശമൻ കരഞ്ഞതുപോലെ. ദശമനെ കാണാത്തതുകൊണ്ടാണ് ദശമൻ കരയുന്നത്. അതുകൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഈശ്വരനെ കാണാത്തതുകൊണ്ട് കരയുന്നു, തത്വത്തെ കാണാത്തതുകൊണ്ട് കരയുന്നു, ആത്മസാക്ഷാത്കാരം കിട്ടാത്തതുകൊണ്ട് കരയുന്നു, പലതിനും കരയുന്നു. എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പ്രയോജനമുണ്ട്. എപ്പോഴാണോ ദശമൻ താനാണെന്നറിയുന്നത്, താൻ അന്വേഷിക്കുന്ന ഈശ്വര തത്വം താനാണ് എന്നറിയുന്നു. എന്നാൽ പിന്നെ ഇത് അന്വേഷിക്കുമ്പോൾ എന്തുകൊണ്ട് താനാണെന്ന് അറിയുന്നില്ല? അത് പറ്റത്തില്ല. കാരണം ഇത് ബാഹ്യമായിട്ടാണ് എണ്ണുന്നത്. തന്റെ ചുറ്റുപാടും കൂടി നിൽക്കുന്നവരെ എണ്ണയാണ് 1, 2, 3, 4 എന്ന്. മനസ്സ് ബഹിർമുഖമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഈശ്വരനെ, തത്വത്തെ ബാഹ്യമായി അന്വേഷിക്കുന്നത്. ബാഹ്യം എന്ന് പറഞ്ഞാൽ തന്നിൽ നിന്ന് അന്യമായി അന്വേഷിക്കുന്നു. ഇവിടെ ബാഹ്യം എന്ന് പറഞ്ഞാൽ അതാണ്, പ്രപഞ്ച വസ്തുക്കൾ എന്നുള്ള അർത്ഥത്തിലല്ല. തന്നിൽ നിന്ന് അന്യമായി അന്വേഷിക്കുന്നു. ദശമനും അതാ ചെയ്തത്, തന്നിൽ നിന്ന് അന്യമായി അന്വേഷിച്ചു. മനസ്സിന്റെ സ്വഭാവമാണ് ബഹിർമുഖമാകുന്നത്. പ്രത്യേകിച്ച് ഈ സംസാര കോലാഹലങ്ങളിൽ പെടുമ്പോൾ മനസ്സ് കൂടുതൽ കൂടുതൽ ബഹിർമുഖമാകും, വിക്ഷിപ്തമായിക്കൊണ്ടിരിക്കും. വളരെ ആയാസപ്പെട്ട് നദിയെ തരണം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ ആയാസം കൊണ്ട് ബുദ്ധി കൂടുതൽ വിക്ഷിപ്തമായി. അനാദിയായി ഈ സ്വദുഃഖ പ്രവാഹത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് സ്വയം വിക്ഷിപ്തമാകും, ബഹിർമുഖമാകും. എന്നാലും അത് ആ ബഹിർമുഖമായിക്കൊണ്ടിരിക്കുന്ന മനസ്സ് തന്നെ സത്യത്തിന്റെ ഒരു പ്രകാശമാണ്. അതുകൊണ്ട് അതിന് സത്യത്തെ അന്വേഷിച്ചേ പറ്റൂ. പ്രകാശം അതിന്റെ ഉറവിടത്തെ അന്വേഷിക്കും. അതുപോലെ ഇവിടെ ദശമനും പുറമെ അന്വേഷിക്കുന്നു. എന്തുകൊണ്ട്? ദശമനറിയാം, ദശമൻ ഒരാളുണ്ട്, അറിയാം.
മനസ്സിനറിയാം ഒരു തത്വമുണ്ട്, അതിന് കണ്ടെത്തിയാൽ മതി. പക്ഷെ ഈ സംഭ്രമത്തിൽ എന്ത് ചെയ്യുന്നു? അന്യമായി ബാഹ്യമായി അന്വേഷിക്കുന്നു. ദശമനും അത് തന്നെ ബാഹ്യമായി അന്വേഷിച്ചു. അവിടെ സ്വയം കണ്ടെത്താൻ കഴിയുന്നില്ല. ഈ സംഭ്രമത്തിൽ ഒരുപക്ഷെ സമയമെടുക്കുമായിരിക്കും. എന്തായാലും തൽക്കാലം ഇവൻ വിഷമിച്ച് ദുഃഖിക്ക് നിൽക്കുമ്പോൾ അത് കണ്ടെത്താൻ കഴിയുന്നു. അവിടെ ഒരാൾ പറയേണ്ടി വരുന്നത് എന്താണ്? ദശമസ്ത്വമസി, തത്വമസി. അത് ഈ അന്വേഷിക്കുന്ന മനസ്സിനോടാണ് പറയുന്നത്, നീ തന്നെയാണ് ആ തത്വം. നിന്റെ തത്വമായിരിക്കുന്ന ഏതോ അതാണ്. ഇവിടെയും ദശമനോട് പറയുന്നു, നീ ആ ശബ്ദം കേട്ട മാത്രമേ, ആ ശബ്ദാർത്ഥജ്ഞാനം ഉണ്ടായ മാത്രമേ. ബധിരനാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ശ്രവണം കൊണ്ട് പ്രയോജനമില്ലല്ലോ. കാരണം ആ കേട്ട മാത്രമേ, ശബ്ദാർത്ഥജ്ഞാനം ഉണ്ടായ മാത്രമെന്ന് പറഞ്ഞാൽ പിന്നെ മറ്റൊന്നിന്റെ ആവശ്യമില്ലല്ലോ എന്ന് ചിന്തിക്കും. ഇവിടെ ദശമന് പിന്നീട് മനന നിധ്യാസനങ്ങളൊന്നും ചെയ്യേണ്ടി വന്നില്ലല്ലോ. കാരണം ദശമൻ ബധിരനായിരുന്നില്ല. ദശമന് ഭാഷയുടെ അർത്ഥമറിയാമായിരുന്നു. ദശമന് തൽക്കാലം ദശമസ്തമസി എന്ന് പറയുന്ന ഉപദേശം ഗ്രഹിക്കുന്നതിനുള്ള മനസാന്നിധ്യം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഗുണങ്ങളെല്ലാം ഒത്തുചേർന്ന ആ ദശമന് അയാൾ ആ സമയത്ത് ദുഃഖിതനായിരുന്നിട്ടും ദശമനെ കണ്ടെത്താത്തതിനുള്ള വ്യാകുലത ഉണ്ടായിരുന്നിട്ടും ദശമസ്തമസി എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് ഒന്നിന്റെ ആവശ്യമൊന്നുമില്ല. അയാളത് ഗ്രഹിച്ചു, താൻ ദശമനാണ്. എന്താ അതുകൊണ്ട് പ്രയോജനം ഉണ്ടായത്? എന്തിന്റെ പേരിലാണോ അതുവരെ അയാൾ ദുഃഖിച്ചുകൊണ്ടിരുന്നത്, അയാൾ സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് എന്തിന്റെ പേരില? ആ ഭ്രാന്തിയുടെ പേരിൽ. സ്വയം അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന ആ ഭ്രാന്തിയുടെ പേരിലാണ് സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അടുത്ത നിമിഷം അത് മാറി, ആ ദുഃഖം മാറി, അവന്റെ മനസ്സ് ശാന്തമായി. ദശമൻ താനാണ്. മനസ്സന്തർമുഖമായി, അഖമുഖമായി മനസ്സ് തന്നെ ഗ്രഹിച്ചു, ബഹിർമുഖമായ മനസ്സ്. അത് തന്നെ തത്വമസീനെ സംഭവിക്കും. ഈ വ്യാകുലതകളിൽ പെട്ടിരിക്കുന്ന മനസ്സിനോട് പറയുന്നു, മനസ്സിനോടാണ് ഉപദേശം തത്വമസി. അപ്പോൾ വ്യാകുലതകളിലാണ് മനസ്സെങ്കിൽ, മനസ്സതുവരെയും വിഭ്രാന്തിയിലാണെങ്കിലും ആ മനസ്സിന് അത് കേൾക്കുന്നതിനുള്ള ഏകാഗ്രത, ആ പറയുന്നതിന്റെ താല്പര്യത്തെ ഗ്രഹിക്കുന്നതിനുള്ള ശേഷി ഉണ്ടായാൽ ആ ശബ്ദാർത്ഥ യോഗ്യതയുണ്ടായാൽ ആ നിമിഷം തന്നെ ദുഃഖനിവൃത്തി ഉണ്ടാവും. അത് തന്നെയാണ് സംഭവിക്കുന്നത്. ആത്മതത്വത്തെക്കുറിച്ച് ആരാണോ ശ്രവിക്കുന്നത്, സുഖദുഃഖാദികൾക്ക് അതീതമായ ആത്മതത്വമാണ് നീ എന്ന് ആരെ ബോധിപ്പിച്ചാലും ശരി, അയാൾക്കത് ബോധിക്കുകയാണെങ്കിൽ ആ നിമിഷം അയാളിൽ ദുഃഖനിവൃത്തി ഉണ്ടാകും. സർവരുടെ അനുഭവം അത് തന്നെയാണ്. പക്ഷെ വീണ്ടും ദുഃഖം വരുന്നു എന്നുള്ള ഒരു തകരാറിയുള്ളൂ. വീണ്ടും വരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഃഖം പോയിട്ടാണ് വരുന്നത്, ദുഃഖം നിവൃത്തി ഉണ്ടായിട്ടാണ് വരുന്നത്. പക്ഷെ ദുഃഖം നിവൃത്തി എന്ന് പറയുന്നത് വാസ്തവം, അത് ബോധിക്കുകയാണ്. തന്നെ ദുഃഖമില്ല എന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ദുഃഖിയാണെന്ന് എങ്ങനെ അറിയുന്നു? അതിന് നേരെ വിരുദ്ധമായ കാര്യമല്ലേ ബോധിക്കുന്നത്. ദുഃഖനിവൃത്തി ഉണ്ടാവുന്നു. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അവിടെയാണ് നമ്മൾ പറഞ്ഞു വരുന്നതാണ്. സുഖദുഃഖങ്ങൾ ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്നു.
ഉണ്ടെന്നുമില്ല എന്നും പറയാമെന്നുള്ള ഒരവസ്ഥയിലാണ് നിന്നുകൊണ്ടാണ് ജീവൻ ചിന്തിക്കുന്നത്. ഉണ്ടെന്നുള്ള അനുഭവത്തിൽ ഉറച്ചു നിൽക്കുന്നു. ചിന്തിച്ചു നോക്കുമ്പോൾ ഇല്ലെന്നും മനസ്സിലാകുന്നു. അനുഭവത്തിൽ അതുണ്ട്, വിചാരത്തിൽ അത് പരമാർത്ഥമല്ല. അപ്പോൾ ഈ അവസ്ഥയിലിരിക്കുമ്പോൾ സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖദുഃഖങ്ങളെ എങ്ങനെ നിഷേധിക്കാൻ പറ്റും? അതിന്റെ യുക്തിയാണ് ചോദിക്കുന്നത്. സ്വാനുഭവത്തിൽ വരുന്ന കാര്യങ്ങളെ എങ്ങനെ നിഷേധിക്കാൻ പറ്റും? സ്വാനുഭവത്തിൽ വരുന്ന കാര്യങ്ങളെ നിഷേധിക്കാൻ ഒന്നുകൊണ്ട് മാത്രമേ പറ്റൂ. ആ സ്വാനുഭവം പരമാർത്ഥമല്ലാതിരിക്കും. ആ ഒറ്റ കാരണം കൊണ്ട് അതിനെ നിഷേധിക്കും. അനുഭവം പരമാർത്ഥമല്ല എന്ന് പറഞ്ഞാൽ അനുഭവം ഇല്ലെന്നുള്ള അർത്ഥമല്ല, ഒരിക്കലും ധരിക്കരുത്. അനുഭവമുണ്ട്, പക്ഷെ അത് പരമാർത്ഥമല്ല. അനുഭവത്തെ നിരാകരിക്കുകയല്ല ചെയ്യുന്നത്, അനുഭവത്തിലെ പരമാർത്ഥതയെ നിരാകരിക്കുകയാണ്. അനുഭവത്തെ നിരാകരിച്ചു കഴിഞ്ഞാൽ അതിനെ അസത്യം എന്ന് പറയും. അനുഭവത്തിലെ പരമാർത്ഥതയെ നിഷേധിച്ചു കഴിഞ്ഞാൽ അതിന് ഭ്രാന്തി എന്ന് പറയും. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഞാനിപ്പോൾ എന്റെ മുമ്പിലിരിക്കുന്ന പുസ്തകത്തെ കാണുന്നു. ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണ് പുസ്തകത്തെ കാണുന്നുണ്ടോ? ഞാൻ പറയുന്നു ഇല്ല എന്ന് പറഞ്ഞാൽ ഇത് അസത്യം. ഇത് അസത്യമാണ്. അദ്വൈതം അസത്യമല്ല പഠിപ്പിക്കുന്നു. പക്ഷെ അദ്വൈതത്തെ പലരും അസത്യമായിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സുഖദുഃഖം ഇതൊന്നും ഇല്ല എന്നുള്ള ഭാഷ ഉപയോഗിക്കും. പക്ഷെ അത് അസത്യം പറയാൻ വേണ്ടിയിട്ടല്ല, അസത്യം നമ്മളെ ബോധ്യപ്പെടുത്താനുമുണ്ട്. നിന്നിൽ സംസാരമില്ല എന്ന് പറയും. പക്ഷെ അതിന്റെ വാച്യാർത്ഥത്തെ അങ്ങനെ തന്നെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അസത്യം പഠിക്കും, അസത്യം പറയും, മറ്റുള്ളവരെ ബോധിപ്പിക്കും. സ്വയം അസത്യത്തിൽ നിൽക്കും, മറ്റുള്ളവരും അസത്യത്തിലേക്ക് പോകും. അപ്പൊ നിഷേധം അനുഭവത്തിന്റെ നിഷേധമാണെങ്കിൽ അത് അസത്യമായി. അസത്യമല്ല, അസത്യകഥനമല്ല. ഇവിടെ ആദ്യം എന്ത് ചെയ്യുന്നു? അനുഭവത്തെ അംഗീകരിക്കുന്നു, നിഷേധിക്കുന്നില്ല. ഈ ഒരു ഭാഗത്തിലാണ് ഒരിക്കലും ക്ലിയർ ആകാതെ വരുന്നത്, വ്യക്തത വരാതെ വരുന്നത്. സുഖദുഃഖാനുഭവത്തെ അംഗീകരിക്കുന്നു. ഇവിടെ ഈ ചർച്ച മുഴുവൻ ആ സുഖദുഃഖാനുഭവത്തെ, നിന്നിലുള്ള സുഖദുഃഖാനുഭവത്തെ അംഗീകരിച്ചുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇത്രയും നീണ്ട ചർച്ച? എന്നിൽ സുഖദുഃഖാനുഭവങ്ങളുണ്ടോ? ഉണ്ട്. നിന്നിലുണ്ടോ? ഉണ്ട്. അത് അംഗീകരിക്കുന്നു. അതിനെ നിഷേധിച്ചിട്ട് അസത്യം പറയുകയല്ല. സുഖദുഃഖങ്ങൾ അനുഭവത്തിലുണ്ടെങ്കിൽ എന്തിനാ പിന്നെ ശാസ്ത്രം അതിനെ ബോധിപ്പിക്കുന്നു? ശാസ്ത്രം ബോധിപ്പിക്കുന്നത് അത് പരമാർത്ഥമല്ല എന്ന് ബോധിക്കാൻ വേണ്ടി മാത്രം. അതാണ് ഇതുവരെ ചർച്ച ചെയ്തത്. എന്താണ്? ആ സുഖദുഃഖാനുഭവങ്ങളെല്ലാം ഈ ജീവഭാവത്തിനാണ്. എന്താ ഈ ജീവൻ? അതിന്റെ പരമാർത്ഥ ഭാവത്തിൽ സുഖദുഃഖങ്ങളില്ല. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അങ്ങനെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് അസത്യമല്ല. പിന്നെ എന്താ ബോധിപ്പിക്കുന്നത്? നിന്റെ അനുഭവം നിന്റെ മുന്നിലുണ്ടെങ്കിലും ആ അനുഭവം ഒരു പേരിട്ട് വിളിക്കാനേ പറ്റും. എന്താണ്? അത് ഭ്രാന്തിയാണ്. എന്നുകൊണ്ടത് പരമാർത്ഥമല്ലാത്തതുകൊണ്ട്, അത് അസത്യമല്ലാത്തതുകൊണ്ട്, രണ്ടുകൊണ്ടും ഭ്രാന്തിയാണ്. അസത്യമല്ലാത്തതുകൊണ്ടും അത് പരമാർത്ഥമല്ലാത്തതുകൊണ്ട്. അസത്യം എന്തുകൊണ്ടല്ല? അത് അനുഭവത്തിലുണ്ട്. അത് എന്തുകൊണ്ട് പരമാർത്ഥമല്ല? പരമാർത്ഥം എന്താണ് താൻ ഗ്രഹിക്കുന്നു? പരമാർത്ഥം എന്താണെന്നാണ് ബോധിപ്പിക്കുന്നത്. പരമാർത്ഥം എന്താണെന്നാണ് താൻ ഗ്രഹിക്കുന്നത്. ആ രീതിയിൽ ഇതിനെക്കുറിച്ചുള്ള ബോധം അത്രേ ഉള്ളൂ. ഇവിടെ എന്താണ്? നീ ദശമനാണ് എന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും വിശേഷിച്ച് സംഭവിച്ചില്ല.
അതുവരെ താൻ ധരിച്ചിരുന്ന ദശമാഭാവം എന്ന് വെച്ചാൽ എന്താണ്? വാസ്തവത്തിൽ ദശമനില്ല. താൻ ദശമനല്ലെന്ന് പോലും ധരിച്ചില്ല. തന്നെക്കുറിച്ചുള്ള ഒരു ചിന്തയെ വരുന്നില്ല. ദശമനില്ല. ആ അനുഭവം ഉണ്ടായില്ലെന്നാണ്. ആ അനുഭവത്തിന്റെ പേരിൽ താൻ കരഞ്ഞില്ലെന്നാണ്. ഒന്നുമല്ല. മറിച്ച് ദശമനില്ല എന്നുള്ള അനുഭവം അത് പരമാർത്ഥമല്ല എന്ന് ബോധിക്കുന്നു അയാൾ. അതിനാണ് ദുഃഖനിവൃത്തി എന്ന് പറയുന്നത്. ദുഃഖനിവൃത്തി എന്ന് കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്നത് ദുഃഖം മാറിപ്പോകുന്നു എന്നാണ്. ദുഃഖം ഇല്ലാതാകുന്നു. ഒരിക്കലുമല്ല. തത്വജ്ഞാനം കൊണ്ട് ദുഃഖം ഇല്ലാതാകത്തില്ല. അങ്ങനെ ഒരു പ്രതീക്ഷ വേണ്ട. എന്തുകൊണ്ട്? അത് അനുഭവ വിഷയമാണ്. എന്തെങ്കിലും ഒരു തത്വജ്ഞാനം കൊണ്ട് ദുഃഖം മാറിപ്പോയാൽ പിന്നെ എന്തായിരിക്കും വരുന്ന സുഖം? അത് വന്നു കഴിഞ്ഞാൽ അതിനും മാറിയേ പറ്റൂ. അതിന് വഴിമാറി കൊടുത്തേ പറ്റൂ. എന്തുകൊണ്ട്? പ്രപഞ്ചം ദ്വന്ദ്വാത്മകമാണ്. അതിനൊന്നുമായിട്ട് മാത്രം ഇരിക്കാൻ പറ്റത്തില്ല. ഒരു നാണയത്തിന് ഒരിക്കലും ഒരു വശമായിട്ടിരിക്കാൻ പറ്റില്ല. പ്രകൃതിയുടെ സ്വഭാവമാണ്. നിഗ്രഹത്വം കരിഷ്യതി. അതിനെ മാറ്റിമറിക്കാൻ ഒക്കത്തില്ല. സുഖത്തെ ഇല്ലാതാക്കാനോ ദുഃഖത്തെ ഇല്ലാതാക്കാനോ സാധ്യമല്ല. കേവലം ഇത്രേ സാധ്യമാകും. എന്താണ്? ഇതിന്റെയൊക്കെ പരമാർത്ഥം എന്താണെന്ന് ബോധിക്കുക. ആ ബോധത്തിലൂടെ, വിവേകത്തിലൂടെ സുഖദുഃഖങ്ങളെ അനുഭവിക്കാതെ പറ്റും. വീണ്ടും സുഖദുഃഖങ്ങളെ അനുഭവിക്കുക തന്നെ വേണ്ടി വരും. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇവിടെ ഒരിടത്തും പറയുന്നില്ല എന്താണോ സുഖദുഃഖങ്ങളില്ലാത്തതാണ്, അത് മറഞ്ഞു പോകുന്നതാണ്. അത് പറയുന്നില്ല. മറിച്ച് സുഖദുഃഖങ്ങൾ എവിടെയാണ് അതാണ് ബോധിപ്പിക്കുന്നത്. സുഖദുഃഖങ്ങൾ നിന്റെ സ്വരൂപത്തിലില്ല. പിന്നെ നിന്റെ അനുഭവത്തിലുണ്ട്. ഈ പ്രാപഞ്ചികമായ അനുഭവത്തിൽ, ഈ ജീവാനുഭവത്തിലുണ്ട്. അതിനവിടെയുള്ളൂ നില. സ്വരൂപത്തിലില്ല എന്നാണ്. എന്നാൽ പിന്നെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാലും പരമാർത്ഥത്തെ കുറിച്ചുള്ള ബോധം ഉണ്ടായാലും വീണ്ടും സുഖദുഃഖങ്ങളുടെ അനുഭവത്തിന് മാറ്റം വരില്ലെങ്കിൽ ഈ ബോധത്തിന് എന്താ പ്രയോജനം? അടുത്ത ചോദ്യം വരും. പരമാർത്ഥത്തെ ബോധിക്കുന്നതുവരെ ഒരുവനിൽ പ്രയോജന ചിന്തയുള്ളൂ. പരമാർത്ഥത്തെ ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രയോജനം ചിന്തയില്ല. എന്തിനു വേണ്ടി? എന്തെങ്കിലും പിന്നീട് അവശേഷിക്കുമ്പോഴാണ് പ്രയോജനമില്ല. പർവ്വതത്തെ ആരോഹണം ചെയ്യുന്നവനാണ് എപ്പോഴും ആ പർവ്വതത്തിന്റെ ഉപരിഭാഗത്തെത്തിയാൽ എന്തായിരിക്കും? അങ്ങനെയുള്ള സങ്കല്പങ്ങൾ, ഭാവനകൾ, എങ്ങനെ എത്താം? ഉപായചിന്ത. പർവ്വതത്തിന്റെ ഉപരി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ അത്തരം ചിന്തകൾക്കൊന്നും പിന്നെ ഒരു പ്രസക്തിയില്ല. ഇനി അങ്ങനെ മേലോട്ട് കയറി ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതവിടെ അവസാനിച്ചു. താൻ എന്തിനു വേണ്ടിയിട്ടാണ്, തന്റെ ലക്ഷ്യം എന്താണ്, അവിടെ പിന്നെ ഇല്ല. അങ്ങനെ പ്രയോജനചിന്ത അവസാനിക്കുന്ന, അതിനുശേഷം എന്ത് എന്നുള്ളൊരു ചോദ്യം, എന്താ ഇതിന്റെ പ്രയോജനം? അങ്ങനെ ഒരു ചോദ്യം അവിടെ ഉദിക്കുന്നില്ല. എന്തുകൊണ്ട്? പരമാർത്ഥ ബോധം പിന്നീട് മറ്റൊരു പ്രയോജനത്തിന് വേണ്ടിയുള്ളതല്ല. അത് തന്നെയാണ് ഉപായം, അത് തന്നെയാണ് ഉപായം. ലക്ഷ്യം മാർഗമൊന്നും പിന്നെ അവിടെ പിരിയേണ്ട ആവശ്യമില്ല.
അതുകൊണ്ടാണ് അവസ്ഥ പറയുന്നത് മുക്തി. ലക്ഷ്യമാർഗങ്ങളിൽ നിന്നെല്ലാം ഉള്ള മുക്തിയാണ്. അതിനെ വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താണ് അജ്ഞന്റെ ഭാഷയിൽ അതാണ് പ്രയോജനം എന്ന് പറയാം. കാരണം നിഷ്പ്രയോജനത്തെക്കുറിച്ച് ചിന്തിക്കുന്നവന് എന്തെങ്കിലും പ്രയോജനത്തെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ. അതാണ് ദുഃഖനിവൃത്തിയുടെ താല്പര്യം. അല്ലാതെ ദുഃഖമോ സുഖമോ ഒഴിഞ്ഞു പോകുന്നതാണ്. ഇവിടെ അതേ ബോധിപ്പിക്കുന്നുള്ളൂ. ഈ സുദുഃഖ പരമ്പര ഈ ജീവഭാവത്തിലാണ്, പരമാത്മഭാവത്തിലല്ല. നീ ആ പരമാത്മഭാവമാണ്. ആ അറിവ്, അതുകൊണ്ടാണ് അതിനെ പറയുന്നത് കൃതകൃത്യതയുണ്ട്, അറിവിലുണ്ടെന്ന് പറയുന്നു. അത് അറിവിന്റെ തന്നെ സ്വരൂപമാണ്. അതാണ് ദശമസ്ത്വമസി എന്നുള്ള ഉപദേശത്തിൽ സംഭവിക്കുന്നത്. എന്താ നേടിയത് അവിടെ? ദുഃഖനിവൃത്തി പറയും. ആ ദശമസ്തമസി അറിഞ്ഞു, പിന്നെ അയാളുടെ ദുഃഖമെല്ലാം പോയല്ലോ, പിന്നെ അയാൾ ദുഃഖിക്കുന്നില്ലല്ലോ എന്ന് പറയും. തത്വത്തെ അറിഞ്ഞാലും വീണ്ടും സുഖദുഃഖങ്ങൾ അനുവർത്തിക്കുന്നു എന്ന് പറയുന്നത്. അതവിടെ ആ ദൃഷ്ടാന്തത്തിൽ അത്രയും എടുത്താൽ മതി. തത്വബോധത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അർത്ഥശൂന്യമായിട്ടുള്ള വിലാപം. അതാണ് ജീവന്റെ ദുഃഖം എന്ന് പറയുന്നത്. ഒരർത്ഥമില്ലാത്തതാണ്. അത് ദൃഷ്ടിയിൽ നിന്നും മാഞ്ഞു പോകുന്നതല്ല. ഉദാഹരണം പറഞ്ഞാൽ കൊച്ചുകുട്ടികൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നിർബന്ധം പിടിച്ച് കരയുന്നു. അവരെ ആവശ്യം സാധിച്ചു കൊടുത്താലും ഒരു 10 മിനിറ്റ് കൂടി കരഞ്ഞുകൊണ്ടിരിക്കും. എങ്ങനടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കും. ഇനി എന്തിനാ നീ കരയുന്നതെന്ന് വെച്ചാൽ ഉത്തരവില്ല. പക്ഷെ കരഞ്ഞേ മതിയാവും. അതുപോലെയാണ് തത്വജ്ഞാനത്തിലെ സുഖദുഃഖാദി അനുഭവങ്ങളെ, അതിനാണ് പ്രാരബ്ധം എന്ന് വേറെ ഭാഷയിൽ പറയുന്നത്. ആ സുഖദുഃഖങ്ങളുടെ നില എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. എന്താണ്? അത് ദശമസ്തമസി പോലെയാണ്. അവിടെ സുഖദുഃഖങ്ങൾക്ക് ദൈർഘ്യമില്ല, പെട്ടെന്നുണ്ടായതാണ്. ദുഃഖം മാറിയാലും മനുഷ്യൻ വീണ്ടും കണ്ണു തുടയ്ക്കാറില്ലേ, കണ്ണുനീര് തുടയ്ക്കാറില്ലേ? മാറിയിട്ട് ഒരു ചിരിച്ചുകൊണ്ടായിരിക്കും. അതിന് അനുവൃത്തി എന്ന് പറയും. അതുപോലെയാണ് ഇവിടെ സുഖദുഃഖങ്ങളുടെ പരമാർത്ഥ ഭാവത്തെ ബോധിപ്പിക്കുന്നത്. അത് അസത്യമല്ല, അതെന്താണ്? സത്യമാണ്. അസത്യത്തെ ബോധിപ്പിക്കുകയല്ല. ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇങ്ങനെ ഇതിന് മാത്രം ഒരു പ്രത്യേകത. എന്തുകൊണ്ട് അസത്യമാകുന്നില്ല? അതാണ് പറയുന്ന അവിദ്യ അധ്യാരോപിത. അതിനൊരൊറ്റ സമാധാനം. ഇത് അവിദ്യ അധ്യാരോപിതമാണ്, അവിദ്യ കൽപ്പിതമാണ്. അധ്യാരോപിതം എന്ന് വെച്ചാൽ കൽപ്പിതം. എന്താ വിദ്യാകല്പിതം? ഈ സുഖദുഃഖങ്ങളെ തന്നിൽ ആരോപിക്കുന്നു, തന്റേതാണെന്ന് കരുതുന്നു. എന്നുവെച്ചാൽ പരമാത്മസ്വരൂപത്തിലാണെന്ന് കരുതുന്നു, തന്റെ വാസ്തവ സ്വരൂപത്തിലാണ് കരുതുന്നു. അവിടെ ഒരു ചെറിയ തകരാറ് വന്നിട്ടുണ്ട്. ആ ഒരു അവസ്ഥയാണ് പറയുന്നത്. ഭ്രാന്തി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ദശമന് പറ്റിയ അവസ്ഥ അത് വിശദീകരിക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു? അങ്ങനെ സംഭവിച്ചു, അത്ര തന്നെ. താൻ ദശമനാണെന്ന് അറിയുന്നില്ല. അതൊരു വെറുതെ അറിവില്ലായ്മ മാത്രമല്ല. എന്തുകൊണ്ട്? അതൊരുപാട് ഫലത്തെ ഉണ്ടാക്കുന്നു. കാരണം ദുഃഖത്തെ ഉണ്ടാക്കുന്നു, കരയുന്നു, വ്യാകുലപ്പെടുന്നു, സംഭ്രമിച്ച് പല പ്രവൃത്തികൾ ചെയ്യുന്നു.
അതുകൊണ്ടാണ് കേവലം അതൊരു അറിവിന്റെ അഭാവമല്ല. അതുകൊണ്ട് അതിന് ഭ്രാന്തി എന്ന് പറയുന്നു. ഭ്രാന്തി പലതിനും കാരണമായി തീരും. ഭ്രാന്തിയെ നിരാകരിക്കുന്നു. അതുകൊണ്ട് പറയുന്നത് ഭ്രാന്തി കൽപ്പിതമാണ്. അവിദ്യ അധ്യാരോപിത ദുഃഖിത്വം അത് ഭ്രമമാണെന്ന് പറയുന്നു. ഭ്രമം എന്ന് പറയുന്ന ആ ഒരു അംശത്തിലാണ്, വളരെ ചെറിയൊരു അംശത്തിലാണ് ഈ ഭ്രമം എന്ന് പറയുന്നത്. കേവലം ആന്തരികമായ അനുഭവത്തിന്റെ വളരെ തുച്ഛമായൊരവസ്ഥയാണ് അപോഹാർത്ഥത്വം. ആ ഭ്രമത്തെ മാറ്റുക. വെളിച്ചം വരുമ്പോൾ ഇരുള് മായുന്നതുപോലെ അത്രയും തുച്ഛവും നിസ്സാരമായൊരു കാര്യമാണ്. പ്രയത്നസാധ്യമായൊരു കാര്യമല്ല. വെളിച്ചമില്ലാത്തിടത്തോളം കാലം അത് പ്രയത്നസാധ്യമാണെന്ന് തോന്നും. പക്ഷെ എന്ത് പ്രയത്നം കൊണ്ട് അതൊട്ട് സാധ്യവുമല്ല. ഇരുളിനെ മാറ്റുന്നു. അവിടെ സർവ്വപ്രയത്നവും വിഫലമാകും. വെളിച്ചത്തിലോ അത് അയത്നസിദ്ധമാണ്. അതുപോലെ ഇവിടെ വിവേകമാകുന്ന വെളിച്ചം, അതിലിത് അയത്നസിദ്ധമായ കാര്യമാണ്, യത്നാപേക്ഷിതമല്ല. ഇത് ശ്രമമെല്ലാം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. തനിക്ക് പോരാന്ന് തോന്നുന്ന പല കാര്യങ്ങളും നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശ്രമങ്ങളെല്ലാം. ആത്മനി ഇതിനെക്കുറിച്ച് വിശദമായി വാർത്തകാരൻ പറയുന്നുണ്ട്. പ്രകൃതസംഖ്യാപൂർണ ദശമതാണ് സംഖ്യാപൂർണം. തന്നിൽ വന്ന് ചേരേണ്ടതാണ്, താൻ ദശമെന്നറിയേണ്ടതാണ്. സംഖ്യ അപൂരണം, പക്ഷെ അത് സംഭവിക്കുന്നില്ല. സംഖ്യാപൂരണം സംഭവിക്കുന്നുള്ളത് സംഖ്യാപൂരണം. അതെന്താണ്? ഭ്രമം. അതിന് പറയുന്നൊരു പേരാണ് ഭ്രമം. അപോഹവത്, അതിനെ നിഷേധിക്കുന്നത് പോലെ കൽപ്പിത ദുഃഖ ആത്മാ അഭ്യുമാച്ച. കൽപ്പിത ദുഃഖാത്മാവ്, താൻ ദുഃഖാത്മാവാണെന്ന് കരുതുന്നു, താൻ ദുഃഖിയാണെന്ന് കരുതുന്നു. ആ ഒരു കരുതൽ അതിനെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് സുസ്വരൂപത്തിലില്ല എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ശിഷ്യ